പ്രിയപ്പെട്ട സഹകാരി സുഹൃത്തുക്കളെ, കേരളത്തിലെ സഹകരണ മേഖലയുടെ മുഖമായി മാറിയിട്ടുള്ള നമ്മുടെ കൂട്ടായ്മയായ സഹകരണ വീക്ഷണത്തിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന 34ാമത് ട്രെയിനിങ് പ്രോഗ്രാമാണ് ഇന്നിവിടെ നടക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ കുടുംബാംഗം കൂടിയായിട്ടുള്ള നമ്മുടെ കണ്ണൂർ അസിസ്റ്റന്റ് ഡയറക്ടർ KV ജയേഷ് സാറാണ് നമുക്ക് ഇന്ന് ക്ലാസ് എടുക്കുന്നത്. അദ്ദേഹത്തിന്റെ 4 പാർട്ടുകളിലായി എടുക്കുന്ന, അതായത് സഹകരണ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് 4 പാർട്ടായിട്ട് എടുക്കുന്ന അവസാന ഭാഗമാണ് ഇന്നിവിടെ അദ്ദേഹം ക്ലാസ് എടുക്കുന്നത്. അപ്പം നമുക്കറിയാം, നമ്മുടെ സമാനതകളില്ലാത്ത ഒരു പ്രവർത്തനമാണ് കഴിഞ്ഞ 10 മാസം കൊണ്ട് സഹകരണ മേഖലയിൽ നമ്മുടെ കൂട്ടായ്മ നടത്തുന്നത്. നമ്മൾ വിവിധങ്ങളായിട്ടുള്ള ക്ലാസ്സുകൾ, അതും പൂർണ്ണമായും നമ്മുടെ സഹകരണ മേഖലയിൽ എല്ലാവർക്കും സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ ജനവിഭാഗങ്ങൾക്കും വേണ്ടിയുള്ള സൗജന്യ ക്ലാസ്സുകളാണ് നമ്മൾ ക്രമീകരിച്ച് നൽകുന്നത്. അതുപോലെ തന്നെ വെബിനാറുകൾ, സഹകരണവുമായി ബന്ധപ്പെട്ട് ആനുകാലികമായി ചർച്ച ചെയ്യപ്പെടേണ്ട വിവിധ വിഷയങ്ങൾ കൃത്യമായി നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പം നമ്മുടെ ക്ലാസ് ഇപ്പൊ തന്നെ 4 മിനിറ്റ് ആയിട്ടുണ്ട്, ലേറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ക്ലാസ് ആരംഭിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട സഹകരണ വീക്ഷണം കുടുംബാംഗം കൂടിയായിട്ടുള്ള നമ്മുടെ KV ജയേഷ് സാറിനെ സഹകരണ വീക്ഷണം കൂട്ടായ്മയുടെ പേരിൽ ഈ പഠന ക്ലാസ് നയിക്കുന്നതിന് വേണ്ടി ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ അഡ്മിൻ പാനൽ സഹകരണ വീക്ഷണം ശ്രീ അരുൺ ശിവാനന്ദൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ അല്ലെങ്കിൽ സംഘം ജീവനക്കാരെ, സുഹൃത്തുക്കളെ, സഹകരണ മേഖലയുമായി ബന്ധപ്പെട്ട് സഹകരണ വീക്ഷണം നടത്തുന്ന വിലയേറിയ പ്രോഗ്രാമുകളാണ് ഞാനും ശ്രദ്ധിക്കാറുണ്ട്, കാണാറുണ്ട്, അറിയാറുണ്ട്. ഏതായാലും ഇവരുടെ ഈ എഫേർട്ടിനെ ഞാൻ ആദ്യമായി ഇവരുടെ എഫേർട്ടിന് നന്ദി അർപ്പിക്കുകയാണ്. അപ്പൊ നമുക്ക് ആരംഭിക്കാം. വലിയ സമയങ്ങളൊന്നുമില്ല. കാര്യം വളരെ ബൃഹത്തായ ജീവനക്കാരുടെ ശമ്പള ഫിക്സേഷൻ, അതുപോലെ തന്നെ ലീവ് റൂള്, അതുപോലെ തന്നെ ശിക്ഷാ നടപടികൾ, ഈ ഭാഗങ്ങളിലായി 3 ഭാഗങ്ങളിലായി എൻ്റെ ക്ലാസ്സുകൾ കഴിഞ്ഞു. അപ്പൊ ഇത് കുറച്ച് ഒരു 1.5 മണിക്കൂർ സമയം മാത്രമേ, 1 മണിക്കൂർ 1.5 മണിക്കൂറിനുള്ളിൽ നമുക്ക് അവസാനിപ്പിക്കാം. അപ്പൊ ഏതായാലും ക്ലാസ് വീക്ഷിക്കാൻ ഇവിടെ എത്തിച്ചേർന്ന മുഴുവൻ സഹപ്രവർത്തകർക്കും അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് ഞാൻ ക്ലാസ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, കേരള സഹകരണ പ്രസ്ഥാനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ രാജ്യത്തെ സഹകരണ പ്രസ്ഥാനത്തിന് 121 വർഷത്തെ പഴക്കമുണ്ട്. 1904 ആദ്യമായി സഹകരണ നിയമം, ക്രെഡിറ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് 1904. പിന്നെ അങ്ങനെ കാലാന്തരത്തിൽ രാജ്യത്ത് വിവിധങ്ങളായ, അല്ലെങ്കിൽ 1912 നിയമം, 19 നിയമം, അതുപോലെ തന്നെ പ്രാദേശിക വിഷയമായി മാറി. അങ്ങനെ ഇന്ത്യ സ്വതന്ത്രമായി 1956 നവംബർ മാസം 1-ാം തീയതി കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെട്ടു. അപ്പൊ അന്ന് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്ന സമയത്ത് സംസ്ഥാനത്ത് 2 നിയമമാണ് ഉണ്ടായിരുന്നത്. നമുക്കെല്ലാം അറിയാം. തിരുകൊച്ചി കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടും അതുപോലെ തന്നെ മദ്രാസ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ടുമായിരുന്നു അന്ന് ഉണ്ടായിരുന്നത്. അപ്പൊ അതിനുശേഷം 1969 15/5/1969 കേരള കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്ട് നിലവിൽ വന്നു. അപ്പൊ അന്ന് അതിന്റെ സെക്ഷൻ 80 എന്ന് പറയുന്നത് എസ്റ്റാബ്ലിഷ്മെന്റ് എക്സെട്ര ഓഫ് എ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ്. അപ്പൊ ജീവനക്കാരുടെ ജീവനക്കാര്യം മാത്രം പ്രതിപാദിക്കുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 80 എന്ന് പറയുന്നത്. ഇപ്പൊ ക്ലാസിഫിക്കേഷനെ കുറിച്ചും ബാക്കി കാര്യങ്ങൾ അതിന് ചുവട് പിടിച്ചുകൊണ്ട് ചട്ടം 182 മുതൽ 201 വരെയുള്ള ചട്ടങ്ങളാണ് പിന്നീട് ഉണ്ടായിരിക്കുന്നത്. ആ ചട്ടങ്ങൾ നിലവിൽ വന്നത് 1/1/1974 സെക്ഷൻ 80 69 വന്നെങ്കിലും അതിനനുബന്ധമായ സെക്ഷൻ 80 കൂട്ടിച്ചേർക്കപ്പെട്ട് ചട്ടങ്ങൾ ഉണ്ടായിരിക്കുന്നത് 1/1/1974. അപ്പൊ 1974 വരെ സഹകരണ നിയമം നിലവിൽ വന്ന് 1974 വരെ സംഘങ്ങൾക്ക് ഏകീകൃതമായ ഒരു സേവന വ്യവസ്ഥയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഓരോ സ്ഥാപനവും അതിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച്, അവരുടെ പ്രവർത്തന വൈപുല്യത്തിനനുസരിച്ച് ജീവനക്കാരെ നിയമിക്കുകയും അവർക്ക് ശമ്പളം സംഘത്തിന്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് ശമ്പളം കൊടുക്കുന്ന ഒരു അവസ്ഥയുമായിരുന്നു ഉണ്ടായിരുന്നത്.
അപ്പൊ അതിൽ നിന്ന് വ്യത്യസ്തമായി 1/1/1974 മുതലാണ് ഏകീകൃതമായ ഒരു സേവന വേതന വ്യവസ്ഥ ഈ മേഖലയിൽ ഉണ്ടാകുന്നത്. ജീവനക്കാരുടെ നിയമനം തൊട്ട് ജീവനക്കാരുടെ ശിക്ഷാ നടപടി മുതൽ ജീവനക്കാരെ പിരിച്ചുവിടുന്നത് വരെയുള്ള ആനുകൂല്യങ്ങളും അതുപോലെ തന്നെ അവരുടെ അവകാശങ്ങളും ഒക്കെ സംരക്ഷിച്ചുകൊണ്ടുള്ള ജീവനക്കാരുടെ വ്യവസ്ഥകൾ, സേവന വ്യവസ്ഥകൾ ഉണ്ടാകുന്നത് 1/1/1974 അപ്പൊ ഞാൻ നേരത്തെ എടുത്ത ക്ലാസ്സിൽ ഈ ശമ്പള ഫിക്സേഷനെ സംബന്ധിച്ച ക്ലാസ് കഴിഞ്ഞു. അതുപോലെ തന്നെ ചട്ടം 198 പ്രതിപാദിക്കുന്ന ജീവനക്കാരുടെ ലീവ് റൂളുകൾ, അവധി സംബന്ധിക്കുന്ന റൂളുകൾ എന്റെ ക്ലാസ്സുകൾ കഴിഞ്ഞു. ചട്ടം 198 പ്രതിപാദിക്കുന്ന ജീവനക്കാരുടെ ശിക്ഷാ നടപടികളെ സംബന്ധിക്കുന്ന ക്ലാസ്സും കഴിഞ്ഞു. ഇനിയിപ്പോ അതിൽ അവശേഷിക്കുന്നത് ചട്ടം 183 മുതൽ ഉള്ള ചട്ടം 200 വരെയുള്ള കാര്യത്തിൽ ഈ 3 കാര്യങ്ങൾ ഒഴികെയുള്ള കാര്യങ്ങളെ കുറിച്ചാണ് ഞാനിപ്പോ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഏതായാലും എല്ലാവരും ഒരിക്കൽ കൂടി ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ആരംഭിക്കാം. സഹകരണ സംഘടനകളുടെ പ്രവർത്തനം കാര്യക്ഷമവും അതുപോലെ തന്നെ നടത്തുന്നതിന് സംഘത്തിലെ ജീവനക്കാരുടെ പങ്ക് വളരെ വലുതാണ്. സർക്കാർ ജീവനക്കാരുടെ സേവന വ്യവസ്ഥകളുമായി സമാനമായതും വ്യത്യാസമുള്ളതുമായ കേരള സഹകരണ നിയമം വകുപ്പ് 80, 80A, 80C, അതുപോലെ തന്നെ ചട്ടം 182 മുതൽ 201 വരെ കേരള സർവീസ് റൂളിലെ ചില വ്യവസ്ഥകൾ, ഭരണസംഘം രജിസ്ട്രാറുടെ സർക്കുലറുകൾ, സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവുകൾ എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് ഇത് നിയന്ത്രിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അറിയുന്നത് പോലെ ഇന്നിപ്പോ കേരളത്തിലെ ഏതൊരു സഹകരണ സംഘങ്ങളിലെയും നിയമനത്തിന്റെ എഴുത്തു പരീക്ഷ എന്ന് പറയുന്നത് ക്ലർക്ക് മുതൽ മുകളിലോട്ടുള്ള നിയമനത്തിൽ എഴുത്തു പരീക്ഷ നടത്തുന്നത് സർവീസ് എക്സാമിനേഷൻ ബോർഡാണ്. അപ്പോൾ നമുക്കിപ്പോ ഒരു ഒഴിവ് റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു ഒഴിവ് ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ ക്ലർക്കിന് മുകളിലോട്ടുള്ള നിയമനമാണ് നടത്തേണ്ടതെങ്കിൽ നമ്മൾ സാധാരണയായി സർവീസ് എക്സാമിനേഷൻ ബോർഡിന് ഒരു റെസൊല്യൂഷൻ വഴി അവരെ അറിയിക്കുന്നു. അപ്പൊ അതിന്റെ പ്രോസസ്സുകളുമൊക്കെ അവരാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. അതായത് കോൾ ഫോർ ചെയ്യുന്നതും അപേക്ഷ ക്ഷണിക്കുന്നതും പരീക്ഷ നടത്തുന്നതും ഷോർട്ട് ലിസ്റ്റ് ഇടുന്നതും അതുപോലെ അതിനുശേഷം ഇന്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി ഇന്റർവ്യൂ നടത്തുന്നതിന് വേണ്ടി അവരെ ലിസ്റ്റ് കൺസേൺ സംഘത്തിന് അയച്ചു കൊടുക്കുകയും പിന്നെ ഇന്റർവ്യൂ നടത്തി അതിന്റെ മാർക്ക് ലിസ്റ്റ് ഇവർക്ക്, അതായത് എന്താ പറയാ, എക്സാമിനേഷൻ ബോർഡിന് അയച്ചു കൊടുക്കും. അത് രണ്ടും കൂടി ചേർത്ത് റാങ്ക് ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്യും. അഡ്വൈസ് മെമ്മോ എക്സാമിനേഷൻ ബോർഡ് അയക്കും. അതിനുശേഷം പോസ്റ്റിംഗ് ഓർഡർ ആ സംഘം അയക്കുകയാണ് പതിവ്. അപ്പൊ അതിന് താഴെയുള്ള നിയമനം മാത്രമേ ഇപ്പോ അതാത് സംഘങ്ങൾ നടത്തി പോകുന്നുള്ളൂ. അപ്പൊ ആ സംഘങ്ങൾ നടത്തുന്ന കാര്യത്തെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പൊ നമുക്ക് ഒരു പ്യൂൺ തസ്തികയിലേക്ക് അല്ലെങ്കിൽ ഒരു ക്ലർക്ക് തസ്തികയിൽ താഴെയുള്ള തസ്തികയിലേക്ക് ഒരു ക്രിയേറ്റ് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ഒഴിവുണ്ടായി കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായും അത് പരസ്യത്തിൽ കൊടുക്കും. 2 പത്രത്തിൽ പരസ്യം കൊടുക്കും. അപ്പൊ പരസ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് അപ്ലിക്കേഷനുകളൊക്കെ ധാരാളമായി അപ്ലിക്കേഷനുകൾ ലഭിക്കും. അപ്പൊ ഈ അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പരിശോധിക്കും ഈ അപ്ലിക്കേഷൻ സാധുവായതാണോ അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നിരസിക്കപ്പെടേണ്ടതാണോ എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ പരിശോധിക്കും. അപ്പൊ ആദ്യമായി നമ്മൾ ഒരു അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം നോക്കുക അതിന്റെ ഏജ് ആണ്. അതായത് ആ കോൾ ഫോർ ചെയ്യപ്പെട്ട തസ്തികയ്ക്ക് അപേക്ഷിക്കാൻ യോഗ്യരായ ഉദ്യോഗാർത്ഥികളുടെ ഏജ്, അതായത് പ്രായം നമ്മൾ ആദ്യം ഒന്ന് പരിശോധിച്ച് നോക്കും. അപ്പൊ സാധാരണയായി പ്രായം പരിശോധിക്കുന്ന തീയതി എന്ന് പറയുന്നത് നമ്മൾ ഏത് വർഷത്തിന്റെ ഏത് മാസമാണോ നമ്മൾ അപേക്ഷ ക്ഷണിക്കുന്നത് ആ വർഷത്തിന്റെ ജൂലൈ മാസം 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയാവുകയും അതുപോലെ തന്നെ 40 വയസ്സ് കവിയാതിരിക്കുകയും ചെയ്യുകയാണ് ഇതിന്റെ പ്രായപരിധി എന്ന് പറയുന്നത്. അതായത് ജൂലൈ മാസം 1-ാം തീയതിയാണ് നമ്മൾ പ്രായം കണക്കാക്കുന്നത്. സർക്കുലർ നമ്പർ 65/80 1980 ഇറങ്ങിയ സർക്കുലർ നമ്പർ 65 പ്രകാരമാണ് ഒരു തസ്തികയ്ക്കുള്ള പ്രായപരിധി നിശ്ചയിച്ചിരിക്കുന്നത്. അപ്പോൾ കോൾ ഫോർ ചെയ്യുന്ന വർഷത്തിന്റെ ജൂലൈ മാസം 1-ാം തീയതി 18 വയസ്സ് പൂർത്തിയാവുകയും 40 വയസ്സ് കവിയാതിരിക്കുകയും ചെയ്യണം. അപ്പോൾ ഉയർന്ന പ്രായപരിധിയിൽ ചില വിഭാഗങ്ങൾക്ക് ഇളവ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഇപ്പൊ SC/ST വിഭാഗമാണെന്നുണ്ടെങ്കിൽ ഉയർന്ന പ്രായപരിധി അവർക്ക് 45 വയസ്സാണ്, 5 വർഷത്തിന്റെയും. അതുപോലെ തന്നെ OBC വിഭാഗം, മറ്റ് പിന്നോക്ക വിഭാഗങ്ങളാണെങ്കിൽ 3 വയസ്സും അതുപോലെ തന്നെ
വിമുക്ത ഭടന്മാരാണെങ്കിൽ 3 വയസ്സും, അതുപോലെ തന്നെ വികലാംഗർക്കാണെങ്കിൽ 10 വയസ്സും, വിധവകൾക്കാണെങ്കിൽ 5 വയസ്സിന്റെയും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട്. അപ്പോ പിന്നെ ഈ 3 അതായത് ജൂലൈ നമ്മൾ കോൾ ഫോർ ചെയ്യുന്ന വർഷത്തിന്റെ ജൂലൈ മാസം 1-ാം തീയതി അയാൾക്ക് 18 വയസ്സ് പൂർത്തിയാവണം. ജനറൽ വിഭാഗമാണെങ്കിൽ 40 വയസ്സ് കവിയാൻ പാടില്ല. SC/ST വിഭാഗമാണെങ്കിൽ 5 വർഷത്തിന്റെയും, അതുപോലെ തന്നെ മറ്റ് പിന്നോക്ക വിഭാഗമാണെങ്കിൽ 3 വർഷത്തിന്റെയും, വിമുക്ത ഭടന്മാരാണെങ്കിൽ 3 വർഷത്തിന്റെയും, അതുപോലെ തന്നെ വികലാംഗരാണെങ്കിൽ 10 വർഷത്തിന്റെയും, അതുപോലെ വിധവകളാണെങ്കിൽ 5 വർഷത്തിന്റെയും ഉയർന്ന പ്രായപരിധിയിൽ ഇളവുണ്ട്. അപ്പൊ നമ്മൾ സാധാരണയായി ഒരു തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ 58-ാമത്തെ വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിന്റെ അവസാന തീയതിയിൽ നമ്മൾ എല്ലാവരും റിട്ടയർ ചെയ്തു പോകണം. അപ്പൊ അതിനിടയിൽ നമുക്ക് പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ് ഈ പ്രായപരിധിയിൽ ഒന്നുകൂടി ചേർത്ത് പറയുന്നതാണ്. നമ്മളിപ്പം ചട്ടം 188A പ്രകാരം ആശ്രിത നിയമനം നടത്താറുണ്ട്. അപ്പൊ ആശ്രിത നിയമനം നടത്തുമ്പോൾ വിധവയോ വിഭാര്യനോ ആണ് ഉദ്യോഗാർത്ഥിയായിട്ട് വരുന്നെങ്കിൽ, അതായത് ജോലി ആവശ്യാർത്ഥം വിധവക്കോ അല്ലെങ്കിൽ വിഭാര്യനോ ആണ് നമ്മൾ ജോലി കൊടുക്കുന്നെങ്കിൽ അവർക്ക് ഉയർന്ന പ്രായപരിധി എന്നൊന്നില്ല. അതായത് റിട്ടയർമെന്റ് ഏജ് കടക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. മറ്റ് പിന്നെ ആശ്രിതന്മാരാണെങ്കിൽ അവർക്ക് ഈ ചട്ടം 183 പ്രകാരമുള്ള വയസ്സ് നിർബന്ധമായും ഉണ്ടായിരിക്കണം. 18 വയസ്സ് പൂർത്തിയാവുകയും 40, 43, 45 എന്നിങ്ങനെയുള്ള പ്രായപരിധിയും കൂടി അവർക്ക് ബാധകമായിരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു 58 വയസ്സ് പൂർത്തിയാകുന്ന മാസത്തിന്റെ അവസാന ദിവസത്തിന് ശേഷം ജീവനക്കാർക്ക് ഉദ്യോഗത്തിൽ തുടരാൻ യാതൊരു സാഹചര്യത്തിലും അർഹത ഉണ്ടായിരിക്കില്ല. അതുപോലെ തന്നെ വിരമിച്ച ജീവനക്കാര്, പൊതുമേഖലാ ജീവനക്കാർ ഇവരുടെയൊക്കെ സേവനം നമുക്ക് തുടർന്ന് ഇങ്ങോട്ട് പിന്നെ സ്വീകരിക്കാനും പിന്നെ വ്യവസ്ഥയില്ല. അതായത് 20/87 സർക്കുലർ പ്രകാരം വിരമിച്ച ജീവനക്കാരെ നിയമിക്കുന്നതിൽ തടസ്സം ഉണ്ട്. ഇതാണ് നമ്മൾ ആദ്യമായി ഒരു സഹകരണ സംഘത്തിന്റെ നിയമനത്തിനുള്ള പ്രായപരിധി, ചട്ടം 183 പ്രകാരമുള്ള പ്രായപരിധി എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പിന്നെ പ്രോസസ് ചെയ്തു, ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു, പരീക്ഷ നടത്തി, ഇന്റർവ്യൂ നടത്തി, റാങ്ക് ലിസ്റ്റ് ഇട്ടു. അങ്ങനെ അവർക്ക് സ്വാഭാവികം നമ്മൾ എന്ത് ചെയ്യും, അപ്ലിക്കേഷൻ റാങ്ക് ലിസ്റ്റിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികളെ നമ്മൾ നിയമിക്കും. അങ്ങനെ ഒരു തസ്തികയിലേക്ക് ഉദ്യോഗ കയറ്റം വഴിയോ അല്ലെങ്കിൽ നേരിട്ടോ ഒരു നിയമിക്കുന്ന ഒരു ജീവനക്കാരന് പ്രസ്തുത തസ്തികയിൽ തുടരുന്നതിനുള്ള കഴിവ്, സ്വഭാവശുദ്ധി, അതുപോലെ തന്നെ ഇവയൊക്കെ പരിശോധിക്കുന്ന കാലയളവിനെയാണ് നമ്മൾ പ്രൊബേഷൻ എന്ന് പറയാം. അപ്പൊ ചട്ടം 183 പ്രകാരം പ്രായപരിധി കഴിഞ്ഞ് നമ്മൾ പരീക്ഷ നടത്തി, റാങ്ക് ലിസ്റ്റ് ഇട്ടു, അതിന് പോസ്റ്റിംഗ് ഓർഡർ കൊടുത്തു, അവരെ നിയമനം നേടി നമ്മുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യും. ജോയിൻ ചെയ്ത തീയതി തൊട്ട് അവർക്ക് പ്രൊബേഷൻ ആരംഭിക്കും. അതായത് അവരുടെ സ്വഭാവശുദ്ധി, ജോലി ചെയ്യാനുള്ള കഴിവ് ഇവയൊക്കെ പരിശോധിക്കുന്ന കാലയളവിനെയാണ് നമ്മൾ പ്രൊബേഷൻ അല്ലെങ്കിൽ നിരീക്ഷണ കാലം എന്ന് പറയുന്നത്. ഒരു ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിക്കുന്ന നാൾ മുതൽ ആരംഭിക്കുന്ന തുടർച്ചയായ 2 വർഷത്തെ സേവനകാലം പ്രൊബേഷനിലായിരിക്കും. അതായത് നമ്മുടെ പ്രൊബേഷൻ എന്ന് പറയുന്നത് വിത്തിൻ എ പീരീഡ് ഓഫ് 2 years, 2 വർഷമാണ് പ്രൊബേഷൻ. അതിലോ 2 വർഷത്തിൽ 1 വർഷമായിരിക്കും പ്രൊബേഷൻ എന്ന് പറയുന്നത്. തുടർച്ചയായ 2 വർഷത്തെ സേവനത്തിൽ 1 വർഷമായിരിക്കും ഈ ജീവനക്കാരന്റെ പ്രൊബേഷൻ. ഈ 1 വർഷ കാലയളവിൽ അയാളുടെ പിന്നെ പ്രാവീണ്യം, അതുപോലെ തന്നെ പെരുമാറ്റം എന്നിവ എങ്ങനെയായിരുന്നു എന്ന് വിലയിരുത്തി തൃപ്തികരമാണെന്ന് തോന്നുന്ന പക്ഷം അയാൾ പ്രസ്തുത തസ്തികയിലെ പ്രൊബേഷൻ വിജയകരമായി പൂർത്തിയാക്കിയതായി നിയമനാധികാരിയായ ഭരണസമിതി പ്രഖ്യാപിക്കണം. അതായത് ഒരു ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ തുടർച്ചയായ 2 വർഷത്തെ സേവന കാലയളവിൽ 1 വർഷം ഇയാളുടെ പ്രൊബേഷൻ ആയിരിക്കും. അങ്ങനെ 1 വർഷം പൂർത്തിയാവുന്ന മുറക്ക് ഇയാൾക്ക് പെരുമാറ്റം, ജോലി, അയാളുടെ സേവനം, ഈ കാര്യങ്ങളൊക്കെ തൃപ്തികരമാണ് എന്ന് നിയമനാധികാരിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ 1 വർഷം കഴിഞ്ഞ ഉടനെ തന്നെ അയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് ആദ്യത്തെ ഇൻക്രിമെന്റ് അയാൾക്ക് കൊടുക്കും. ഇനി 1 വർഷം വരെ ഇയാൾ ജോലി ചെയ്തു, അപ്പോൾ ഇയാൾക്ക് തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ, ഇയാളുടെ സേവനം തൃപ്തികരമല്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പരമാവധി 2 വർഷത്തേക്ക് കൂടി ഇയാളുടെ സേവന കാലയളവ് ദീർഘിപ്പിക്കും. അപ്പൊ 2 വർഷം കൂടി നമ്മൾ പ്രൊബേഷനിലായിരിക്കും.
ആദ്യത്തെ 2 വർഷത്തിൽ 1 വർഷമാണ് പ്രൊബേഷൻ. 1 വർഷം പൂർത്തീകരിക്കപ്പെട്ടു, പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നില്ല, 2ാമത്തെ വർഷം കൂടി ഇയാളുടെ പ്രൊബേഷൻ ദീർഘിപ്പിക്കും. അങ്ങനെ 2 വർഷം പൂർത്തിയായതിനു ശേഷവും ഇയാൾ തൃപ്തികരമല്ല എന്ന് ബോധ്യപ്പെടുകയാണെന്നുണ്ടെങ്കിൽ കാര്യകാരണ സഹിതം ബോധ്യപ്പെടണം. വെറുതെ നമുക്ക് വായിലെ നാവുകൊണ്ട് പറഞ്ഞാൽ പോരാ. ഇയാളുടെ ജോലിയിൽ, ഇയാളുടെ സ്വഭാവത്തില്, ഇയാളുടെ പെരുമാറ്റത്തില്, ഇയാളുടെ രീതികളിൽ എല്ലാം ഈ സ്ഥാപനത്തിൽ ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കാൻ കഴിയുകയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ പ്രൊബേഷൻ അവസാനിപ്പിച്ച് ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടാം. പക്ഷെ പിരിച്ചുവിടുന്നതിന് മുമ്പായി ഈ ജീവനക്കാരോട് പറയാനുള്ളത് കേൾക്കുകയും സഹകരണ സംഘം രജിസ്ട്രാറുടെ മുൻകൂർ അനുമതിയും വാങ്ങിയിരിക്കണം. അതായത് ഇയാളുടെ പിരിച്ചുവിടുന്നതിന് മുമ്പായി ഇയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിനുള്ള ചെയ്യാതിരിക്കാനുണ്ടായ കാരണങ്ങൾ ഇയാൾക്ക് വിശദീകരണം കൊടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? സഹകരണ സംഘം രജിസ്ട്രാർക്ക്, ജില്ലക്കകത്തുള്ള സംഘമാണെങ്കിൽ ജോയിന്റ് രജിസ്ട്രാറുടെ അനുമതി, ഇയാളെ പിരിച്ചുവിടുന്നതിന് ജോയിന്റ് രജിസ്ട്രാറുടെ മുൻകൂർ അനുമതി വാങ്ങിയതിനു ശേഷം ഇയാളെ സർവീസിൽ നിന്നും പിരിച്ചുവിടാവുകയാണ്. അതുപോലെ ഒരേ തസ്തികയിൽ ഒന്നിൽ കൂടുതൽ ഗ്രേഡുകൾ ഉണ്ടാവുകയും അവയിലേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ജോലിയുടെ സ്വഭാവവും ഉത്തരവാദിത്വം ഒന്നുപോലെ ആയിരിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു ഗ്രേഡിൽ നിന്നും ഉയർന്ന ഗ്രേഡിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുമ്പോൾ ഉയർന്ന ഗ്രേഡിൽ പ്രൊബേഷൻ ആവശ്യമില്ല. അതായത് തസ്തികയുടെ സ്വഭാവം മാറുന്ന അവസ്ഥയിൽ മാത്രമേ ആ തസ്തികയിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതായത് ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ജോലിയിൽ പ്രവേശിച്ച ഒരാൾക്ക് സീനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് പ്രൊമോഷൻ ആയി കഴിഞ്ഞാൽ 2 തസ്തികയിലും കൂടി ചേർന്ന് പ്രൊബേഷൻ ഉണ്ടായാൽ മതി. അതുപോലെ തന്നെ പ്യൂൺ തസ്തികയിലും അറ്റൻഡർ തസ്തികയിലേക്കും നമ്മൾ അറ്റൻഡർ തസ്തികയിലേക്ക് നമുക്ക് പ്രൊമോഷൻ ഉദ്യോഗക്കയറ്റം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2 തസ്തികയിലും ചേർന്ന് നമുക്ക് പ്രൊബേഷൻ ഉണ്ടായാൽ മതി. ജോലിയുടെ സ്വഭാവം എപ്പോൾ മാറുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് ആ തസ്തികയിൽ പ്രൊബേഷൻ പൂർത്തീകരിക്കേണ്ട ആവശ്യമുള്ളൂ. ഒരു ജീവനക്കാരന് പ്രൊബേഷൻ കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് സ്ഥാനക്കയറ്റം ലഭിച്ചാൽ താഴ്ന്ന തസ്തികയിലെയും ഉയർന്ന തസ്തികയിലെയും സേവന കാലയളവ് കണക്കിലെടുത്ത് അയാളുടെ പ്രൊബേഷൻ പ്രഖ്യാപിക്കാവുന്നതാണ്. കൂടാതെ സഹകരണ പരീക്ഷാ ബോർഡ് വഴിയോ സംഘം ഭരണസം നേരിട്ടോ ആദ്യ തസ്തികയിൽ നിയമിക്കപ്പെടുന്ന ഏതൊരു ജീവനക്കാരന്റെയും പോലീസ് വെരിഫിക്കേഷൻ നടത്തണം എന്നാണ് പറയുന്നത്. ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച് 1 മാസത്തിനകം പോലീസ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കണം. അതുപോലെ തന്നെ ഈ ജീവനക്കാരുടെ സർട്ടിഫിക്കറ്റുകൾ അസൽ രേഖകളുമായി പരിശോധിച്ച് നിജസ്ഥിതി ബോധ്യപ്പെട്ട ശേഷം സേവന പുസ്തകത്തിൽ അതത് താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ മേലൊപ്പ് വെക്കുകയും വേണം. ജോലിയിൽ പ്രവേശിച്ച് 1 മാസത്തിനുള്ളിൽ ഇയാളുടെ പോലീസ് ഓഡിയോ ക്ലിയർ അല്ലല്ലോ സാറേ, കേൾക്കുന്നില്ലല്ലോ. കേൾക്കണില്ലേ? ശബ്ദം കുറവ് പോലെ കേൾക്കുന്നില്ല. കേൾക്കുന്നില്ലേ? കേൾക്കുന്നു, ക്ലിയർ സാർ. കേൾക്കാത്ത ആളൊന്ന് എക്സിറ്റ് അടിച്ചിട്ട് വീണ്ടും ലോഗിൻ ചെയ്യും, അന്നേരം കിട്ടും. അപ്പൊ നമ്മൾ ജോലിയിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ വിത്തിൻ 1 മന്ത്, 1 മാസത്തിനകം ഇയാളുടെ പോലീസ് വെരിഫിക്കേഷൻ നടപടികളൊക്കെ പൂർത്തീകരിക്കപ്പെടണം. അതുപോലെ തന്നെ ഇയാളുടെ സേവന പുസ്തകത്തിൽ മേലപ്പ് വെക്കണം. എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ പരിശോധിച്ച് അത് താലൂക്ക് അസിസ്റ്റന്റ് രജിസ്ട്രാർമാർ എന്ത് ചെയ്യണം? മേലൊപ്പ് വെച്ച് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യേണ്ടതാകുന്നു. പ്രൊബേഷൻ പൂർത്തിയാക്കുന്ന തീയതിയുടെ അടുത്ത ദിവസം മുതൽ മാത്രമേ ആദ്യത്തെ വാർഷിക ഇൻക്രിമെന്റ് ഈ ജീവനക്കാരന് കൊടുക്കാൻ സാധിക്കുകയുള്ളൂ. അതായത് സഹകരണ സംഘം ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഇൻക്രിമെന്റ് അനുവദിക്കപ്പെടണമെങ്കിൽ ഇയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കണം. ആദ്യത്തെ ഇൻക്രിമെന്റ് കിട്ടണമെങ്കിൽ പ്രൊബേഷൻ നടത്തിയിരിക്കണം. അതുപോലെ തന്നെ എന്നാൽ പ്രൊബേഷൻ പൂർത്തീകരിച്ചായി പ്രഖ്യാപിക്കുന്നതിന് ഭരണപരമായ കാരണങ്ങളാൽ കാലതാമസം ഉണ്ടായാലും ആദ്യ ഇൻക്രിമെന്റിന്റെ പ്രാബല്യ തീയതിക്ക് മാറ്റം ഉണ്ടായിരിക്കുന്നില്ല. അതായത് എന്റെ തകരാറ് കൊണ്ടല്ലാതെയാണ് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വൈകുന്നതെങ്കിൽ, അതായത് ഭരണസമിതി തീരുമാനം എടുക്കുന്നതിന് വൈകി വന്നാൽ, അങ്ങനെ എന്തെങ്കിലും സാഹചര്യത്തിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നതിന് കാലതാമസം നേരിട്ടാലും എനിക്ക് ഇൻക്രിമെന്റ് കിട്ടേണ്ടത് യഥാസമയം തന്നെ കിട്ടണം. ഞാൻ ഒരു ഭരണസമിതി തീരുമാനത്തിലൂടെ എന്റെ പ്രൊബേഷൻ കാലയളവ് ഏതെങ്കിലും സാഹചര്യത്തിൽ ദീർഘിപ്പിച്ചാൽ മാത്രമേ എനിക്ക് ഇൻക്രിമെന്റും അതേപോലെ വൈകി പോകാൻ സാധ്യതയുള്ളൂ. അപ്പൊ നമുക്കെല്ലാം പറയുന്നത് പോലെ പ്രൊബേഷൻ കാലയളവിൽ നമുക്ക് കാഷ്വൽ ലീവ് ഒഴിച്ച് മറ്റൊരു അവധിയും എടുക്കാൻ നമുക്ക് അനുവാദമില്ല. പ്രൊബേഷൻ കാലയളവിൽ ആകസ്മിക അവധി, അതുപോലെ തന്നെ പൊതു അവധികളും ആകസ്മിക അവധികളും അല്ലാതെ മറ്റ് ഏതൊരു തരത്തിലുള്ള അവധികളും വിനിയോഗിക്കാൻ ഏതൊരു ജീവനക്കാരനും അർഹതയുണ്ടായിരിക്കുന്നതല്ല. ഇനിയിപ്പം നമുക്കിപ്പോ ഒരു ഉദാഹരണം നോക്കിക്കഴിഞ്ഞാൽ, ഒരു ജീവനക്കാരൻ 1/1/1919 ജൂനിയർ ക്ലർക്കായി നിയമിക്കപ്പെട്ടു. ഒരു ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം
ഈ ജീവനക്കാരൻ 1/7/19 മുതൽ 30/9/19 വരെ 92 സർട്ടിഫിക്കറ്റിന്റെ പിൻബലത്തിൽ ശമ്പളമില്ലാത്ത അവധി എടുത്തു എന്ന് വിചാരിക്കുക. അതായത് ഈ ജീവനക്കാരൻ 1/1/19 സർവീസിൽ പ്രവേശിച്ചു, 1/7/19 മുതൽ 30/9/19 വരെ 92 ദിവസം മെഡിക്കൽ അവധിയിലെടുത്തു. മെഡിക്കൽ സർട്ടിഫിക്കറ്റ് പിൻബലത്തിൽ ശൂന്യ വേതന അവധിയെടുത്തു. കൃത്യമായി ഈ ജീവനക്കാരൻ ജോലി ചെയ്തിരുന്നുവെങ്കിൽ 31/12/2019 ഒരു വർഷം പൂർത്തിയാവുകയും ആയതിന്റെ അടിസ്ഥാനത്തിൽ 31/12/2019 അപരാഹ്നം വെച്ച് പ്രൊബേഷൻ പ്രഖ്യാപിക്കാമായിരുന്നു. എന്നാൽ ഈ ജീവനക്കാരൻ 92 ദിവസം അവധി എടുത്തതിനാൽ 92 ദിവസം വരെ പ്രൊബേഷൻ കാലയളവ് നീണ്ടുപോകുന്നു. ആയതിനാൽ 2/4/2020 അപരാഹ്നം വെച്ച് മാത്രമേ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഈ ജീവനക്കാരന്റെ ജൂനിയർ ക്ലർക്ക് തസ്തികയിലെ ആദ്യ ഇൻക്രിമെന്റ് 3/4/2020 മുതൽ അനുവദിക്കാവുന്നതാണ്. വാർഷിക ഇൻക്രിമെന്റ് അനുവദിക്കുന്നതിന് മറ്റ് യാതൊരു തരത്തിലുള്ള അയോഗ്യതകളും ഇല്ല എങ്കിൽ രണ്ടാമത്തെ ഇൻക്രിമെന്റ്, അവിടെയാണ് വിഷയം, രണ്ടാമത്തെ ഇൻക്രിമെന്റ് 1/1/2021 തന്നെ അനുവദിക്കാം. അതായത് ഇയാൾക്ക് സാധാരണ മറ്റ് അയോഗ്യതകളൊന്നും, ഇൻക്രിമെന്റ് പാസ്സാക്കുന്നതിന് മറ്റ് അയോഗ്യതകളൊന്നും ഇല്ല എങ്കിൽ രണ്ടാമത്തെ ഇൻക്രിമെന്റ് യഥാസമയം ഇയാൾക്ക് ലഭിക്കും. അതായത് ഒന്നാമത്തെ ഇൻക്രിമെന്റ് വൈകിയിരിക്കുന്നത് ഈ ജീവനക്കാരന് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വൈകുന്നത് കൊണ്ട് മാത്രമാണ്. പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്താൽ മാത്രമേ ആദ്യത്തെ ഇൻക്രിമെന്റ് ലഭിക്കുകയുള്ളൂ. ആദ്യത്തെ ഇൻക്രിമെന്റ് ലഭിക്കണമെങ്കിൽ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തിരിക്കണം. ഈ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം അവധിയിലായതുകൊണ്ട് ഇയാളുടെ അത്രയും കാലയളവ് സർവീസിൽ അവധിയായതുകൊണ്ട് ജോലി എടുക്കാത്തത് കൊണ്ട് ഈ ജീവനക്കാരനെ എന്ത് ചെയ്തു, 3 മാസത്തേക്ക് 92 ദിവസത്തേക്ക് പ്രൊബേഷൻ നീണ്ടുപോയി. അങ്ങനെ 2/4/2020 ഇയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യുന്നു. 3/4/2020 ആദ്യത്തെ ഇൻക്രിമെന്റ് കൊടുക്കുന്നു. അപ്പോൾ മറ്റ് അയോഗ്യതകളൊന്നും ഈ ജീവനക്കാരന് ഇല്ല എങ്കിൽ സാധാരണ നിലയിൽ ഇയാൾക്ക് കിട്ടുമായിരുന്ന രണ്ടാമത്തെ ഇൻക്രിമെന്റ് 1/1/2021 അനുവദിക്കാം. ഇതാണ് പ്രൊബേഷൻ എന്ന് പറയുന്ന സംഗതി. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അപ്പപ്പോ തന്നെ ചോദിക്കാമേ. ഇനി അവസാനം ചോദിക്കുന്നുണ്ടെങ്കിൽ അതും പ്രയാസമില്ല. അപ്പൊ നമ്മൾ ജീവനക്കാരനെ നിയമിച്ചതിന് ശേഷം പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്തു. ഈ ജീവനക്കാരനെ ആ തസ്തികയിൽ സ്ഥിരപ്പെടുത്തി. അങ്ങനെ ആ തസ്തികയിൽ സ്ഥിരപ്പെട്ടു കഴിഞ്ഞാൽ ഈ ജീവനക്കാരന് അടുത്ത് ലഭിക്കുന്നത് സംഘം ജീവനക്കാർക്ക് ഉദ്യോഗ കയറ്റമാണ്. ഒരു ജീവനക്കാരനെ നിയമിക്കപ്പെട്ടു കഴിഞ്ഞ് അയാളെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്ത് അങ്ങനെ സർവീസിൽ ജോലി ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം എന്ത് ലഭിക്കും? അടുത്തത് ഉദ്യോഗ കയറ്റം, അതായത് പ്രൊമോഷൻ ലഭിക്കും. ചട്ടം നമ്മുടെ ഉയർന്ന തസ്തികയിലുള്ള, അതായത് സംഘത്തിലെ നിലവിലുള്ള വിവിധ തസ്തികകളിൽ ജീവനക്കാരുടെ സീനിയോറിറ്റി സംബന്ധിക്കുന്ന ഒരു കരട് ലിസ്റ്റ് ആദ്യം സംഘം തയ്യാറാക്കണം. അപ്പൊ ഒരു കരട് ജീവനക്കാരുടെ മുഴുവൻ ഉദ്യോഗ കയറ്റത്തിന് അർഹതയുള്ള മുഴുവൻ ജീവനക്കാരുടെയും ഒരു കരട് സീനിയോറിറ്റി ലിസ്റ്റ് സംഘം തയ്യാറാക്കും. ഈ കരട് സീനിയോറിറ്റി ലിസ്റ്റ് തയ്യാറാക്കിയതിനു ശേഷം അത് എല്ലാ ജീവനക്കാരുടെയും സർക്കുലേറ്റ് ചെയ്യണം. അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത് ഇവരുടെ ആക്ഷേപങ്ങളോ അഭിപ്രായങ്ങളോ ഒക്കെ കേട്ടതിന് ശേഷം, രേഖാമൂലം ലഭിച്ചതിന് ശേഷം, ആ വക കാര്യങ്ങളൊക്കെ പരിശോധിച്ചതിന് ശേഷം ഇതിൽ യുക്തം എന്ന് തോന്നുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്തുകയും അല്ല എന്ന് തോന്നുന്നത് ഒഴിവാക്കുകയും ചെയ്തതിന് ശേഷം ഒരു നിശ്ചിത തീയതിയിൽ എന്ത് വേണം? എല്ലാ വർഷവും സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യണം. എല്ലാ വർഷവും സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടതാണ്. അപ്പോൾ എല്ലാ വർഷവും ഏത് തീയതിയാണ് സീനിയോറിറ്റി ലിസ്റ്റ് പബ്ലിഷ് ചെയ്യേണ്ടത് എന്ന് ഫീഡർ കാറ്റഗറി റൂളിൽ പറയും. ഫീഡർ കാറ്റഗറി റൂളിലാണ് പറയാ, ഈ സംഘത്തിന്റെ സീനിയോറിറ്റി ലിസ്റ്റ് ഇത്രാം തീയതി, ഒറിജിനൽ ഫൈനൽ സീനിയോറിറ്റി ലിസ്റ്റ് ഇത്രാം തീയതി പ്രസിദ്ധപ്പെടുത്തുന്ന രീതിയിൽ കരട് ലിസ്റ്റ് തയ്യാറാക്കി ജീവനക്കാരുടെ ഇടയിൽ സർക്കുലേറ്റ് ചെയ്ത് അവരുടെ ആക്ഷേപങ്ങളും അഭിപ്രായങ്ങളും സ്വീകരിച്ചതിന് ശേഷം ഈ കാര്യങ്ങള് പരിശോധിച്ച് ഉറപ്പുവരുത്തി നമ്മൾ ഫൈനൽ ലിസ്റ്റ് പ്രസിദ്ധപ്പെടുത്തും. അങ്ങനെ ഫൈനൽ ലിസ്റ്റ് നമ്മളെ കയ്യിൽ കിട്ടും. ജീവനക്കാരുടെ ഇടയിൽ ഫൈനൽ ലിസ്റ്റ് കൂടെ പബ്ലിഷ് ചെയ്തതിന് ശേഷം സീനിയോറിറ്റി ലിസ്റ്റിന്റെയും അതുപോലെ തന്നെ ഫീഡർ കാറ്റഗറി റൂളിന്റെയും വ്യവസ്ഥകൾക്ക് വിധേയമായാണ് ഏതൊരു ജീവനക്കാരനെയും നമ്മൾ എന്ത് ചെയ്യുക? പ്രൊമോഷൻ കൊടുക്കുക. അപ്പൊ അങ്ങനെ ഈ രണ്ട് കാര്യങ്ങൾ പരിശോധിക്കും. സീനിയോറിറ്റി ലിസ്റ്റിലെ സീനിയോറിറ്റിയുടെയും ഫീഡർ കാറ്റഗറി റൂളിലെയും വ്യവസ്ഥകൾക്ക് അനുസരിച്ച് എന്ത് ചെയ്യും? ഈ ജീവനക്കാരന് ഉദ്യോഗ കയറ്റം കൊടുക്കും. അപ്പൊ സീനിയോറിറ്റി പ്രകാരം അർഹനായ ഒരു ജീവനക്കാരന് ഉദ്യോഗ കയറ്റം
സ്വമനസാല വേണ്ടെന്ന് വെച്ചാൽ അയാളുടെ തൊട്ടു താഴെയുള്ള അതേ തസ്തികയിലെ ജീവനക്കാരന് ഫീഡർ കാറ്റഗറി ഉപനിബന്ധന ഉദ്യോഗക്കയറ്റം നൽകാം. അതായത് ഒരു അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് പ്രൊമോഷൻ നൽകാൻ സീനിയർ ക്ലർക്ക് തസ്തികയിലെ ഏറ്റവും സീനിയറായ ജീവനക്കാരനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പൊ സീനിയർ ക്ലർക്ക് തസ്തികയിലെ ആ ഏറ്റവും സീനിയറായ ജീവനക്കാരൻ പറയുന്നു എനിക്ക് ഉദ്യോഗക്കയറ്റം വേണ്ട എന്ന് സ്വമനസാല എഴുതി ഭരണസമിതിയുടെ മുമ്പാകെ സമർപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ ആ ജീവനക്കാരനെ നമുക്ക് എന്ത് ചെയ്യാം, ഉദ്യോഗ കയറ്റത്തിൽ നിന്നും ഒഴിവാക്കാം. അതുപോലെ തന്നെ ഈ വിഭാഗത്തിലെ മുഴുവൻ ജീവനക്കാരും, അതായത് സീനിയർ ക്ലർക്ക് തസ്തികയിലെ മുഴുവൻ ജീവനക്കാരും പറയുന്നു എനിക്ക് റിലിംഗ്വിഷ്മെന്റ്, അതായത് ഉദ്യോഗക്കയറ്റം നിരസിച്ചുകൊണ്ട് അപേക്ഷ തരികയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിലെ ഏറ്റവും സീനിയറായ ഉദ്യോഗസ്ഥന് നമുക്ക് എന്ത് ചെയ്യാം, അക്കൗണ്ടന്റ് തസ്തികയിലേക്ക് ഉദ്യോഗക്കയറ്റം കൊടുക്കാം. അങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സീനിയർ ക്ലർക്ക് തസ്തികയുടെ ഒരു സൂപ്പർ ന്യൂമറി തസ്തിക ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. മിസ്റ്റർ അരുൺ എന്ന് പറഞ്ഞാൽ ഒന്ന് മ്യൂട്ടാക്കോ? ഓക്കെ, താങ്ക് യു. അപ്പോ ആ തസ്തികയിലെ ആ ഒരു കാറ്റഗറിയിലെ മുഴുവൻ ജീവനക്കാരും ഉദ്യോഗക്കയറ്റം വേണ്ട എന്ന് പറഞ്ഞാൽ തൊട്ടു താഴെ തസ്തികയിലെ സീനിയറായ ജീവനക്കാരന് എന്ത് ചെയ്യാം, ഉദ്യോഗക്കയറ്റം കൊടുക്കാം. അങ്ങനെ കൊടുക്കുന്നത് സീനിയർ ക്ലർക്ക് തസ്തികയുടെ ഒരു സൂപ്പർ ന്യൂമറി പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ഇയാൾക്ക് ഉദ്യോഗക്കയറ്റം കൊടുക്കാൻ. അങ്ങനെ ഇയാൾക്ക് ഉദ്യോഗക്കയറ്റം കൊടുക്കുന്നതോടുകൂടി ആ സൂപ്പർ ന്യൂമറി തസ്തിക ഇല്ലാതാവുന്നതാണ്. അതുപോലെ തന്നെ സഹകരണ ബാങ്കിലെയും സംഘങ്ങളിലെയും നിയമാനുസൃതം നിയമനം ലഭിച്ചിട്ടുള്ള ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാർക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിനായി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിക അതാത് സ്ഥാപനങ്ങളുടെ പോഷക വിഭാഗം ഉപനിബന്ധനയിൽ ഉൾപ്പെടുത്തി അംഗീകാരം വാങ്ങിക്കാം ഇന്നത്തെ അവസ്ഥയിൽ. അതായത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിക ഏതിൽ വരും, ഇതിന്റെ ഫീഡർ കാറ്റഗറി റൂളിൽ നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റും. ജൂനിയർ ക്ലർക്കായി നിയമിക്കപ്പെടുന്നതിനുള്ള യോഗ്യതയുള്ളതും ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിൽ കുറഞ്ഞത് 3 വർഷം യോഗ്യ സേവന ദൈർഘ്യമുള്ള ജീവനക്കാരെ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ നിലവിലുള്ള ജീവനക്കാരുടെ സീനിയോറിറ്റി ലിസ്റ്റിൽ അടുത്ത സ്ഥാനം നൽകി ഉദ്യോഗക്കയറ്റത്തിന് പരിഗണിക്കാം. അതായത് ഒരു ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തിക ജൂനിയർ ക്ലർക്ക് സമാനമായ തസ്തികയാണ്. അപ്പൊ ഇയാൾ ജോലി ചെയ്യുമ്പോൾ ഇയാൾക്ക് JDC ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ ആ നേടുന്ന മുറക്ക് ഇയാൾ എന്ത് ചെയ്യാം, ഈ ഇയാൾക്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ജോലി ചെയ്യാനുള്ള സേവനം ചെയ്യാനുള്ള യോഗ്യത കൈവരിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് എന്ത് ചെയ്യാം, ഇയാളെ ആ സമയത്ത് ജൂനിയർ ക്ലർക്കിന്റെ ഏറ്റവും താഴെയായി, അതായത് അതുവരെയുള്ള ജൂനിയർ ക്ലർക്കുമാരുടെ തൊട്ടു താഴെ സ്ഥാനം നൽകി ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരുടെ തസ്തികയിൽ അവിടെ ആ സീനിയോറിറ്റി ലിസ്റ്റിൽ അവിടെ ഉൾപ്പെടുത്താം. അതിനുശേഷം ഇയാൾക്ക് സീനിയർ ക്ലർക്ക് തസ്തികയിൽ അവസരം വരുന്ന മുറക്ക് ഈ ജീവനക്കാരന് എന്ത് ചെയ്യാം, സീനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് ഉദ്യോഗക്കയറ്റം നൽകുകയും ചെയ്യാം. അതുപോലെ തന്നെ അത് മാത്രമല്ല, ഈ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയിലുള്ള ജീവനക്കാർക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, JDC വിദ്യാഭ്യാസ യോഗ്യത നേടുന്നതിന് വേണ്ടി, JDC ക്വാളിഫിക്കേഷൻ നേടുന്നതിന് വേണ്ടി സഹകരണ പരിശീലനത്തിന് പറഞ്ഞയക്കുകയും ചെയ്യാമാണ്. അവർക്ക് സഹകരണ പരിശീലനത്തിന് പറഞ്ഞുവിടുകയും ചെയ്യാം. അവർക്ക് നിലവിലുള്ള ലീവുകളും അതുപോലെ തന്നെ വേണമെങ്കിൽ ശൂന്യവേതന അവധി ഉൾപ്പെടെ കൊടുത്ത് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർമാരെ JDC കോഴ്സിന് നമുക്ക് സംഘത്തിന് പറഞ്ഞുവിടാവുന്നതാണ്. അതുപോലെ സബ്സ്റ്റാഫ് വിഭാഗത്തിൽപ്പെട്ട ജീവനക്കാരാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് സ്ഥാനക്കയറ്റം നൽകുന്നതിന് ജീവനക്കാരുടെ പോഷക വിഭാഗത്തിൽ ഏറ്റവും ചുരുങ്ങിയത് 3 വർഷത്തെ സേവനവും ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യതയും ഉണ്ടായിരിക്കണം. കൂടാതെ പ്രാഥമിക സഹകരണ സംഘങ്ങൾ, ബാങ്കുകൾ, പ്രാഥമിക സഹകരണ കാർഷിക ഗ്രാമവികസന ബാങ്കുകൾ എന്നിവയിലെ ക്ലർക്ക് തസ്തിക നികത്തുന്നതിന് സ്ഥാനക്കയറ്റം വഴിയും നേരിട്ടുള്ള നിയമനം വഴിയും ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് മുതൽ ക്ലാസ് 1 വരെ തരംതിരിക്കപ്പെട്ട സംഘങ്ങളാണെന്നുണ്ടെങ്കിൽ 1:4 എന്ന അനുപാതത്തിലും, ക്ലാസ് 2 മുതൽ ക്ലാസ് 7 വരെ തരംതിരിക്കപ്പെട്ട സംഘങ്ങളാണെങ്കിൽ 1:2 എന്ന അനുപാതത്തിലുമായിരിക്കണം. കൂടാതെ കോഓപ്പറേറ്റീവ് സർവീസ് എക്സാമിനേഷൻ ബോർഡ് നടത്തുന്ന പരീക്ഷയിലെ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ പ്രസ്തുത വിഭാഗത്തിൽപ്പെടുന്ന സംഘത്തിലെ ജീവനക്കാർക്ക് ക്ലർക്ക് തസ്തികയിലേക്ക് റേഷ്യോ പ്രൊമോഷൻ നടത്താൻ പാടുള്ളൂ. കൂടാതെ ഒരു സംഘത്തിലെ ഏതൊരു ജീവനക്കാരനും അടുത്ത ഉയർന്ന തസ്തികയിലേക്ക് ഉദ്യോഗക്കയറ്റം നൽകണമെങ്കിൽ എന്ത് വേണം,
ഷോർട്ട് ടേം കോഴ്സ് പാസ്സായിരിക്കണം. അതുപോലെ അഗ്രികൾച്ചർ സ്റ്റാഫ് ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതുപോലെ തന്നെ ICM അല്ലെങ്കിൽ പിന്നെ കിംബ്, കിഗ്മ പോലുള്ള സ്ഥാപനങ്ങൾ നടത്തുന്ന ഷോർട്ട് ടേം ട്രെയിനിങ് കോഴ്സും ഇവർ പാസ്സായിരിക്കണം. അതുപോലെ തന്നെ ഒരു സംഘത്തിലെ മിനിസ്റ്റീരിയൽ വിഭാഗത്തിലെ ഓരോ ജീവനക്കാരനെയും പിന്നെ ഈ പറയുന്ന സ്ഥാപനങ്ങളിൽ എന്തുപോലെ ഹ്രസ്വകാല പരിശീലന പരിപാടിയിൽ പിന്നെ പങ്കെടുക്കണം. അല്ലെങ്കിൽ രജിസ്ട്രാർ അംഗീകരിച്ച മറ്റേതൊരു സ്ഥാപനത്തിലും 3 വർഷത്തിൽ ഒരു തവണ, 3 വർഷം കൂടുമ്പോൾ ഒരിക്കൽ കമ്മിറ്റി എന്ത് ചെയ്യണം, ഈ ജീവനക്കാരനെ നിയോഗിക്കണം. അതിന് യാതൊരു തരത്തിലുള്ള ഇളവോ കമ്മിറ്റിക്കോ അതുപോലെ രജിസ്ട്രാർക്കോ പിന്നെ കൊടുക്കാൻ വേണ്ടി സാധിക്കുകയില്ല. ഈ ജീവനക്കാരന് 4ാമത്തെ ഇൻക്രിമെന്റ് ലഭിക്കണമെങ്കിൽ എന്ത് വേണം, ഈ ഷോർട്ട് ടേം കോഴ്സ് പാസ്സായിരിക്കണം. അതുപോലെ തന്നെ പരിശീലന കാലയളവ് ഈ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ഡ്യൂട്ടിയായി പരിഗണിക്കാവുന്നതുമാണ്. ഇതാണ് ഉദ്യോഗ കയറ്റത്തിനെ സംബന്ധിക്കുന്ന നിലവിലുള്ള ചട്ടം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ 20 കോടി രൂപയിൽ 20 കോടി വരെ നിക്ഷേപമുള്ള പ്രാഥമിക സഹകരണ സംഘങ്ങൾ, അർബൻ ബാങ്കുകൾ എന്നിവിടങ്ങളിലെ അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ തത്തുല്യ തസ്തികയിലേക്കുള്ള ഒഴിവുകൾ നികത്തുന്നതിന് സ്ഥാനക്കയറ്റം വഴിയും നേരിട്ടുള്ള നിയമനം വഴിയും 3:1 എന്ന അനുപാതത്തിലും, അതുപോലെ തന്നെ 20 കോടി മുതൽ 100 കോടി വരെയുള്ള സംഘങ്ങളിലും അർബൻ ബാങ്കുകളിലും 2:1 എന്ന അനുപാതത്തിലും, 100 കോടിക്ക് മുകളിൽ നിക്ഷേപമുള്ള സംഘങ്ങളിലും അർബൻ ബാങ്കുകളിലും 1:1 എന്ന അനുപാതത്തിലും ആയിരിക്കേണ്ടതാണ്. കൂടാതെ പ്രസ്തുത സംഘങ്ങളിലും അർബൻ ബാങ്കുകളിലും അസിസ്റ്റന്റ് സെക്രട്ടറി, മാനേജർ തത്തുല്യ തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റം നൽകുന്നതിന് അവരുടെ കഴിവ്, വിദ്യാഭ്യാസ യോഗ്യത എന്നിവ തെളിയിക്കുന്നതിലേക്കായി സഹകരണ പരീക്ഷാ ബോർഡ് നടത്തുന്ന പരീക്ഷയുടെ മത്സര പരീക്ഷയുടെ മെറിറ്റ് അടിസ്ഥാനത്തിലും ആയിരിക്കും. ഇതാണ് ഉദ്യോഗ കയറ്റം. സാധാരണ നിലയിൽ ഒരു ജീവനക്കാരന് ഉദ്യോഗ കയറ്റം ലഭിക്കുന്നതിനുള്ള ചട്ടം 185 എന്ന് പറയുന്നത്. അപ്പൊ അതില് സാധാരണ നമ്മൾ ഈ പറഞ്ഞതുപോലെ ഉദ്യോഗ കയറ്റം കൊടുക്കണമെങ്കിൽ എന്ത് വേണം, പിന്നെ ആ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം, സീനിയോറിറ്റി ലിസ്റ്റിലെ സീനിയോറിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫീഡർ കാറ്റഗറി റൂളിലെ വ്യവസ്ഥകളും പാലിക്കപ്പെട്ടിരിക്കണം. അപ്പൊ ഏതൊക്കെയോ തസ്തികകളിൽ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, വിദ്യാഭ്യാസ യോഗ്യതയിൽ ഇളവ് കൊടുക്കുന്നതിന് സഹകരണ സംഘം രജിസ്ട്രാർക്ക് അധികാരമുണ്ട്. അപ്പൊ സഹകരണ സംഘം ജീവനക്കാർക്ക് വിദ്യാഭ്യാസ യോഗ്യതയിൽ ഇളവ് കൊടുക്കുന്ന ചട്ടം 185(8) എന്ന് പറയുന്നത്. ഒരു സംശയം. പറഞ്ഞോളൂ. ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർമാർക്ക് JDCക്ക് വിടുന്ന നിയമ തടസ്സമുണ്ടോ? നിയമ തടസ്സമുണ്ട്. അവർക്ക് ഉദ്യോഗ കയറ്റം കൊടുക്കാൻ പറ്റില്ല. അവരെ JDCക്ക് വിടാൻ പറ്റൂല. ലീവ് എടുത്തിട്ട് ഇല്ല, അവർക്ക് ഫീഡർ കാറ്റഗറി റൂളിലെ അവരെ ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റൂല. അപ്പൊ അവരെ JDCക്ക് വിടാൻ പാടില്ല. പാടില്ല. ഡാറ്റ എൻട്രിമാരെ വിടാം. അല്ല, അവര് ലീവ് എടുത്തിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതിന് എന്തെങ്കിലും തടസ്സം ഉണ്ടോന്ന്? ലീവ് എടുത്തിട്ട് സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതിന് പറഞ്ഞാല് പിന്നെ നമ്മളിപ്പം ചട്ടം പിന്നെ എഡ്യൂക്കേഷൻ പർപ്പസിനുള്ള അവധി എന്ന് പറയുന്നത് പണ്ട് അപ്പൻഡിക്സ് 12B ആയിരുന്നു. അപ്പൻഡിക്സ് 12B ഇപ്പൊ എടുത്തു കളഞ്ഞു. ഇപ്പൊ അപ്പൻഡിക്സ് 12B ഇല്ല. ശൂന്യവേതന അവധി പ്രകാരം അപ്പൻഡിക്സ് 12B പ്രകാരം നമുക്ക് ലീവ് പോകാൻ വേണ്ടി പറ്റില്ല. ഇപ്പൊ നമുക്ക് അതിന് പകരമായിട്ട് എടുക്കാൻ വേണ്ടി പറ്റുന്നത് റൂൾ 91 പ്രകാരമുള്ള, അതായത് കേരള സർവീസ് റൂളിലെ റൂൾ 91 പ്രകാരമാണ് എഡ്യൂക്കേഷൻ പർപ്പസിന് ഇപ്പൊ നമ്മൾ പിന്നെ അവധി കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ ആ അവധി എന്ന് പറയുന്നത് പിന്നെ ഈ അവധി നമ്മൾ കൊടുത്തിട്ട് നമ്മൾ JDC ട്രെയിനിങ്ങിന് പോകുന്നത് 2 കാര്യങ്ങൾ നടക്കണം അതിന്റെ കൂടെ. ഒന്ന്, ഈ ജീവനക്കാരനും അതുപോലെ തന്നെ ഈ സ്ഥാപനത്തിനും എന്തുണ്ടായിരിക്കണം, ഇവനെ കൊണ്ട് പിന്നെ ജീവനക്കാരനും ഗുണമുണ്ടായിരിക്കണം, സ്ഥാപനത്തിനും ഗുണമുണ്ടായിരിക്കണം. ഈ JDCക്ക് പോകുന്നതിലൂടെ ഈ പിന്നെ എന്താ പറയാ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ സംബന്ധിച്ചിടത്തോളം ഈ ജീവനക്കാരനെ ഈ 2 തരത്തിൽ യോഗ്യത ഉണ്ടെങ്കിലും ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ നിയമിക്കുന്ന സർക്കാർ ഉത്തരവിൽ ഇവർക്ക് JDC ട്രെയിനിങ്ങിന് പോകുന്നതിനെ കുറിച്ചോ അതല്ലെങ്കിൽ ഇവരുടെ പോഷക വിഭാഗം ഫീഡർ കാറ്റഗറി റൂളിൽ ഉൾപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചോ ഇവർക്ക് ഉദ്യോഗക്കയറ്റം നൽകുന്നതിനെ സംബന്ധിച്ചോ ഒന്നും എവിടെയും പ്രതിപാദിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഉദ്യോഗക്കയറ്റത്തിന് അർഹതയില്ലാത്തത് കൊണ്ട് നമ്മൾ പിന്നെ സീനിയോറിറ്റി ലിസ്റ്റിൽ പോലും അവർ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം അവർക്ക് നമ്മൾ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത് ജീവനക്കാരുടെ ഉദ്യോഗ കയറ്റത്തിന് വേണ്ട തസ്തികയിലെ ജീവനക്കാരെ മാത്രമേ സീനിയോറിറ്റി ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമുള്ളൂ.
അപ്പൊ ഇവർക്ക് ഡാറ്റ എൻട്രി തസ്തികയിലുള്ള ജീവനക്കാർക്ക് എന്തിന് അർഹതയില്ല? ഉദ്യോഗ കയറ്റത്തിന് അർഹതയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെ JDCക്ക് സംഘത്തിന്റെ തീരുമാനത്തിലൂടെ പറഞ്ഞു വിടേണ്ട ആവശ്യം ഇല്ല. സർ, അവർക്ക് ഷോർട്ട് ടേം കോഴ്സ് പാസ് ആവണമെന്നുണ്ടോ? ഇപ്പൊ മറ്റുള്ളവർക്ക് ഷോർട്ട് ടേം കോഴ്സ് അല്ല സാർ, ഷോർട്ട് ടേം ട്രെയിനിങ് വേണ്ട 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 വേണ്ട. ഓക്കെ സാർ, താങ്ക് യു. അപ്പോ സഹകരണ സംഘ രജിസ്ട്രാർക്ക് എന്ത് ചെയ്യാം? ഈ ബിരുദ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഇളവ് ചെയ്തു കൊടുക്കാൻ സഹകരണ സംഘം രജിസ്ട്രാർക്ക് അധികാരമുണ്ട്. ജീവനക്കാരനെ സംബന്ധിച്ചിടത്തോളം ബിരുദ വിദ്യാഭ്യാസ യോഗ്യതയിലാണ് ഇളവ് കൊടുക്കുന്നത്. ഈ ഇളവ് കൊടുക്കുമ്പോൾ JDCക്കോ അതുപോലെ തന്നെ സഹകരണ പരിശീലനത്തിന്, അതായത് ഷോർട്ട് ടേം ട്രെയിനിങ്ങിനോ ഒന്നിനും തരത്തിലുള്ള ഇളവ് ചെയ്തു കൊടുക്കാൻ രജിസ്ട്രാർക്ക് അധികാരമില്ല. അതുപോലെ തന്നെ SSLC വിദ്യാഭ്യാസ യോഗ്യതയിലും ഇളവ് ചെയ്തു കൊടുക്കാൻ രജിസ്ട്രാർക്ക് അധികാരമില്ല. ആകെ കൊടുക്കാൻ വേണ്ടി പറ്റുക ബിരുദ വിദ്യാഭ്യാസ യോഗ്യതയിൽ മാത്രം ഇളവാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, ഉദ്യോഗമായിട്ട് കൊടുക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ ജീവനക്കാരന് ആ തസ്തികയ്ക്ക് വേണ്ട വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം, സീനിയോറിറ്റി ലിസ്റ്റിലെ പേര് സീനിയോറിറ്റി ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ ഫീഡർ കാറ്റഗറി റൂളിലെ ഉപനിബന്ധനയും വ്യവസ്ഥകൾക്കും വിധേയമായിട്ടായിരിക്കണം. അപ്പോ നമ്മളിപ്പോ സാധാരണ നമ്മൾ ബിരുദ വിദ്യാഭ്യാസ യോഗ്യത ഏതൊക്കെ തസ്തികകൾക്കാണ് ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണ്ടത് എന്ന് ചട്ടം 186 പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിൽ പറഞ്ഞത് 1/1/1974, അതായത് ഈ ചട്ടം നിലവിൽ വരുന്നത് ചട്ടം 182 മുതൽ 201 വരെയുള്ള ചട്ടങ്ങൾ നിലവിൽ വരുന്നത് 1/1/1974 ആ 1/1/74 സഹകരണ സംഘം ജീവനക്കാർക്ക് ഏകീകൃതമായ ശമ്പള സ്കെയിലുകൾ അനുവദിക്കപ്പെട്ടത്. അപ്പോ 1/1/1974 250 രൂപയോ അതിൽ കൂടുതലോ അടിസ്ഥാന ശമ്പളമുള്ള എല്ലാ തസ്തികൾക്കും എന്ത് വേണം? ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണം. 1/1/74 250 രൂപയോ അതിൽ കൂടുതലോ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യതയുള്ള 250 രൂപയോ അതിൽ കൂടുതലോ അടിസ്ഥാന ശമ്പളമുള്ള എല്ലാ തസ്തികൾക്കും എന്ത് വേണം? ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണം. അപ്പൊ നമ്മുടെ ഇപ്പൊ ഇരിക്കുന്ന തസ്തിക, എന്റെ ബാങ്കിലെ ഇന്ന തസ്തികയ്ക്ക് ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണോ എന്ന് നമ്മൾ നോക്കുന്നത് ഇപ്പൊ നിലവിലുള്ള ശമ്പള സ്കെയിലായ 2019 നിലവിൽ വന്ന 1/4/2019 നിലവിൽ വന്ന ശമ്പള സ്കെയിൽ എടുത്ത് 1/1/74 പോയി കഴിഞ്ഞാൽ ഈ 1/1/74 സമാനമായ സ്കെയില്, അപ്പൊ ഈ സ്കെയിൽ അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ 250 രൂപയോ അതിൽ കൂടുതലോ ഉണ്ടെങ്കിൽ ആ തസ്തികൾക്ക് എന്ത് വേണം? ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണം. 250 രൂപയിൽ താഴെയാണ് അടിസ്ഥാന ശമ്പളമെങ്കിൽ എന്ത് വേണ്ട? അവർക്ക് ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട. അപ്പൊ നമ്മൾ ചെറിയ സംശയങ്ങൾക്ക് ഉണ്ടാവാം. അതായത് 1/4/2019 ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ അക്കൗണ്ടന്റ് തസ്തികയുടെ സമാനമായ സ്കെയിൽ 1/1/74 250 രൂപയായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. അതായത് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിലെ അക്കൗണ്ടന്റ് തസ്തികയിലെ നിലവിലുള്ള ശമ്പള സ്കെയിൽ എടുത്തു കഴിഞ്ഞാൽ നേരെ 1/1/74 പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും 250 രൂപ എന്ന് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ സഹകരണ സംഘ രജിസ്ട്രാർ ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട്, ഒരു കത്ത് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പോലും ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിലെ അക്കൗണ്ടന്റ് തസ്തികൾക്ക് ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണമെന്നില്ല, അവർക്ക് ആവശ്യമില്ല. അപ്പോ ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണ്ട ഒരു തസ്തികയിലേക്ക് അതില്ലാത്ത ജീവനക്കാരന് ഉദ്യോഗ കയറ്റം നൽകുന്നത് എങ്ങനെയാണ് എന്നാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. അപ്പൊ നമുക്ക് ഈ ജീവനക്കാരന്റെ പ്രവർത്തന പരിചയം, ഈ ജീവനക്കാരന്റെ കാര്യശേഷി, ഈ ജീവനക്കാരന് ഉദ്യോഗ കയറ്റം കൊടുത്താൽ ആ തസ്തികയിൽ ഈ ജീവനക്കാരൻ നന്നായി ജോലി ചെയ്യും എന്നുള്ള ഭരണസമിതിയുടെ ഉത്തമ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു പ്രപ്പോസൽ അങ്ങോട്ട് അയക്കുന്നത്. അപ്പൊ അങ്ങനെ അയക്കുമ്പോൾ നമ്മൾ 3 കാര്യങ്ങൾ പരിശോധിക്കണം. ഒന്ന്, ഈ ജീവനക്കാരന് SSLCയോ തത്തുല്യ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ SSLCയും JDC വിദ്യാഭ്യാസ യോഗ്യതയും ഈ ജീവനക്കാരൻ ഉണ്ടായിരിക്കണം. ഫീഡർ കാറ്റഗറിയിൽ ചുരുങ്ങിയത് 5 വർഷത്തെ സേവനം ഉണ്ടായിരിക്കണം. അതായത് ബ്രാഞ്ച് മാനേജർ തസ്തികയിലേക്കാണ് ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ തസ്തികയിലേക്കാണ് ഉദ്യോഗായത്തം കൊടുക്കണമെങ്കിൽ അക്കൗണ്ടന്റ് തസ്തികയിൽ 5 വർഷത്തെ സേവനം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ 45 വയസ്സിൽ കുറയാനും പാടില്ല. ഈ 3 കാര്യങ്ങൾ ഈ ജീവനക്കാരൻ ഉണ്ടായിരിക്കണം. എന്നാൽ 53 വയസ്സ് പൂർത്തിയായവർക്ക് ഫീഡർ കാറ്റഗറിയിൽ 5 വർഷത്തെ സേവനം വേണം എന്ന നിബന്ധനയില്ല. 53 വയസ്സ് പൂർത്തിയായ ജീവനക്കാരനാണെങ്കിൽ അയാൾക്ക് ഫീഡർ കാറ്റഗറിയിൽ 5 വർഷത്തെ സേവനം വേണം എന്ന നിബന്ധനയില്ല. അതുപോലെ തന്നെ ഈ ജീവനക്കാരന്റെ താഴെ യോഗ്യതയുള്ള 20 വർഷം പൂർത്തിയാക്കിയ ബിരുദ യോഗ്യതയുള്ള ജീവനക്കാരൻ
പീഡന കാറ്റഗറിയിൽ പിന്നെ ഉണ്ടാവാനും പാടില്ല. ഇല്ലാതെ വന്നാൽ മാത്രമേ ഇയാൾക്ക് നിയമനം കൊടുക്കാവും പാടുള്ളൂ. അതുപോലെ സബ്സ്റ്റാഫ് വിഭാഗത്തിലെ ജീവനക്കാർക്ക് ക്ലറിക്കൽ തസ്തികയിലേക്കുള്ള സ്ഥാനക്കയറ്റത്തിന് ഏതൊരു കേസിലും സഹകരണ പരിശീലനത്തിൽ നിന്നും യാതൊരു സാഹചര്യത്തിലും ഇളവ് അനുവദിക്കാനും പാടില്ല. ഇനി ഈ ജീവനക്കാരന് ഇളവ് അനുവദിക്കുന്നതിന് സംഘം കമ്മിറ്റി എടുക്കുന്ന തീരുമാനത്തിൽ അതിനുള്ള കാരണം, ജീവനക്കാരന് ശിക്ഷ എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ ആയതിന്റെ വിവരം, ശിക്ഷയുടെ വിശദാംശം, അതുപോലെ തന്നെ സേവനക്ഷമത വിലയിരുത്തിയതിന്റെ ഫലം എന്നിവ കൂടി വ്യക്തമാക്കി പരിശോധിച്ചിരിക്കണം. കമ്മിറ്റി തീരുമാന തീയതിക്ക് തൊട്ടു താഴെയുള്ള 5 വർഷ കാലയളവിൽ ഈ ജീവനക്കാരന് താഴെ പറയുന്ന ഒരു ശിക്ഷയും കൊടുക്കാൻ വേണ്ടി പാടില്ല. ഒന്ന്, സഞ്ചിതമായി ഇൻക്രിമെന്റ് തടയുക. രണ്ടാമത്, ഉദ്യോഗക്കയറ്റം തടഞ്ഞു വെക്കുക. മൂന്നാമത്, ജീവനക്കാരന്റെ ഉദാസീനത മൂലം പ്രവർത്തന വൈകല്യം മൂലം എന്തെങ്കിലും കാരണത്താലോ സംഘത്തിന് എന്തെങ്കിലും ഒരു സാമ്പത്തിക നഷ്ടം ഉണ്ടാവുകയും ആ സാമ്പത്തിക നഷ്ടം ജീവനക്കാരന്റെ ശമ്പളത്തിൽ നിന്നും ഈടാക്കിക്കൊണ്ടുള്ള ഒരു ശിക്ഷയും ഈ ജീവനക്കാരന് കിട്ടാൻ വേണ്ടി പാടില്ല. നാലാമത്, താഴ്ന്ന തസ്തികയിലേക്ക് തരം താഴ്ത്താനും പാടില്ല. ഈ 4-ൽ ഏതെങ്കിലും ഒരു ശിക്ഷ ഈ അപേക്ഷ കൊടുക്കുന്ന ഭരണസമിതി തീരുമാനം എടുക്കുന്ന തൊട്ട് പുറകോട്ടുള്ള 5 വർഷത്തിൽ ഇതിൽ പറയുന്ന ഏതെങ്കിലും ഒരു ശിക്ഷ പോലും ഈ ജീവനക്കാരന് കിട്ടിയിരിക്കാൻ വേണ്ടി പാടില്ല. അപ്പൊ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച് ഈ ഉയർന്ന തസ്തികയിലേക്ക് പരിഗണിക്കപ്പെടുന്ന ജീവനക്കാരൻ അതിന് പ്രാപ്തനാണോ എന്ന് കമ്മിറ്റി അംഗങ്ങൾ പരിശോധിച്ച് ബോധ്യപ്പെടണം. പിന്നെ ഓരോ കേഡറിലുമുള്ള ഉദ്യോഗ കയറ്റത്തിനും പ്രത്യേകം ഇളവ് വാങ്ങിച്ചിരിക്കണം. മിനിസ്റ്റീരിയൽ, അതുപോലെ സൂപ്പർവൈസറി, അതുപോലെ തന്നെ ചീഫ് എക്സിക്യൂട്ടീവ് എന്നീ കേഡറുകളിൽ ഓരോന്നിനും പ്രത്യേകമായി എന്ത് വാങ്ങിക്കണം? ഇളവ്, ബിരുദ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഇളവ് വാങ്ങിച്ചിരിക്കണം. അതുപോലെ തന്നെ വായ്പാ സംഘങ്ങളിലെ ബാങ്കുകളിലെ ചീഫ് എക്സിക്യൂട്ടീവ്, അതായത് വായ്പാ സംഘങ്ങളിലെയും ബാങ്കുകളിലെയും ചീഫ് എക്സിക്യൂട്ടീവ്, അതുപോലെ തന്നെ 10 കോടിയിൽ അധികം നിക്ഷേപമുള്ള അർബൻ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നീ തസ്തികയിലെ ജീവനക്കാർക്ക് യാതൊരു തരത്തിലും സ്ഥാനക്കയറ്റം കൊടുക്കാൻ രജിസ്ട്രാർക്ക് അധികാരമുണ്ടായിരിക്കും. ബിരുദ വിദ്യാഭ്യാസ യോഗ്യതയിൽ ഇളവ് കൊടുക്കാൻ ഏതൊരു സാഹചര്യത്തിലും രജിസ്ട്രാർക്ക് അധികാരമില്ല. അതായത് ചീഫ് എക്സിക്യൂട്ടീവ് നമ്മളെ പ്രാഥമിക സംഘങ്ങളിലെയും ബാങ്കുകളിലെയും ചീഫ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് ഒരു സാഹചര്യത്തിലും രജിസ്ട്രാർക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല? ഇളവ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ അർബൻ ബാങ്കിലെ അസിസ്റ്റന്റ് സെക്രട്ടറി അല്ലെങ്കിൽ മാനേജർ തുല്യമായ തസ്തികയിലെ ജീവനക്കാരന് ഒരു സാഹചര്യത്തിലും രജിസ്ട്രാർക്ക് എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റില്ല? വിദ്യാഭ്യാസ യോഗ്യതയിൽ ഇളവ് കൊടുക്കാൻ വേണ്ടി പറ്റില്ല. അതുപോലെ തന്നെ പ്രാഥമിക സംഘങ്ങളിലെ പ്യൂൺ, വാച്ച്മാൻ തസ്തികയിലെ 25% ഒഴിവുകൾ നിക്ഷേപ വായ്പ കളക്ഷൻ ഏജന്റുമാർ, അപ്രൈസർമാർ എന്നിവർക്കായി സംവരണം ചെയ്തിട്ടുണ്ട്. രജിസ്ട്രാറുടെ അംഗീകാരത്തിന് ശേഷം നിയമിക്കപ്പെടുന്ന നിക്ഷേപ വായ്പ കളക്ഷൻ ഏജന്റുമാർക്കും അപ്രൈസർമാർക്കും പ്രതിവർഷം കുറഞ്ഞത് 20 ലക്ഷം രൂപയെങ്കിലും പിരിച്ചെടുത്തവർക്കും സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ 50 ലക്ഷം രൂപയുടെ സ്വർണ്ണ വായ്പയ്ക്ക് സ്വർണ്ണ മൂല്യനിർണ്ണയം നടത്തിയിട്ടുള്ള ആവശ്യമായ യോഗ്യതയുള്ള 5 വർഷത്തെ സേവനം പൂർത്തിയാക്കിയ അപ്രൈസർമാർക്കും മാത്രമേ അത്തരം സംവരണം ബാധകമാവുകയുള്ളൂ. എന്നാൽ അർബൻ ബാങ്കുകളിലെ അപ്രൈസർമാർക്ക് ഈ വ്യവസ്ഥ ബാധകമല്ല. ഇതാണ് ജീവനക്കാരുടെ ഉദ്യോഗ കയറ്റത്തിനുള്ള ഇളവ് കൊടുക്കാനുള്ള രജിസ്ട്രാറുടെ അധികാരം എന്ന് പറയുന്നത്. അപ്പൊ ചട്ടം 185-ലെ പ്രൊമോഷൻ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ചട്ടം 186 അത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അതിനെ കുറിച്ച് എനിക്കോടൊന്നും പറയുന്നില്ല. കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു 250 രൂപയോ അതിൽ കൂടുതൽ അടിസ്ഥാന ശമ്പളം വാങ്ങിക്കുന്ന ജീവനക്കാർക്ക് ബിരുദ വിദ്യാഭ്യാസ യോഗ്യത വേണം. അതിന് താഴെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ അതിന് ഓരോ പ്യൂൺ തസ്തിക വരെയുള്ള ജീവനക്കാരാണെങ്കിൽ 7ാം ക്ലാസ്സും, അതുപോലെ ക്ലർക്ക് തസ്തികയിൽ മുകളിലോട്ടുള്ള ജീവനക്കാരെന്നാണെങ്കിൽ JDCയും SSLCയും പാസ്സായിരിക്കണം എന്ന കാര്യങ്ങളാണ് ചട്ടം 186-ൽ പറയുന്നത്. ഒരു ചട്ടം 187 ചട്ടം 187 എന്ന് പറയുന്നത് ഈ അപ്പെക്സ് സൊസൈറ്റിയിലുള്ള സംഭരണമാണ്. അതായത് ഇപ്പൊ കേരള ബാങ്കിൽ ഉള്ള പ്രാഥമിക ബാങ്കുകൾക്കുള്ള സംഭരണത്തെ കുറിച്ച് പറയുന്നത് ചട്ടം 187 എന്ന് പറയുന്നത്. അടുത്ത ചട്ടം 188 സ്റ്റാഫ് പാറ്റേൺ. അതായത് ചട്ടങ്ങളുടെ അനുബന്ധം 3-ൽ സൂചിപ്പിച്ചിട്ടുള്ള വിധം ഓരോ സംഘവും അതിന്റെ വിഭാഗവും സ്വഭാവം അനുസരിച്ചുള്ള ജീവനക്കാരുടെ ഘടന സ്വീകരിക്കേണ്ടതാണ് എന്നാ പറയുന്നത്. അതായത് പലപ്പോഴും നമുക്കുണ്ടാവുന്ന ഒരു സംശയമാണ് ഈ സ്റ്റാഫ് പാറ്റേൺ എന്ന് പറയുന്നത്. നമുക്ക് ഒരു തസ്തിക അല്ലെങ്കിൽ ഒരു ബാങ്കിനെ അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തെ
അപ്പൻഡിക്സ് 3 പ്രകാരം അനുബന്ധം 3 പ്രകാരം ഏതെങ്കിലും ഒരു വിഭാഗമായി തരംതിരിക്കപ്പെട്ട് തരും. ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ്, ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ്, ക്ലാസ് 1, ക്ലാസ് 2, ക്ലാസ് 3 എന്നിങ്ങനെയൊക്കെ എന്ത് ചെയ്തു തരും? ക്ലാസിഫിക്കേഷൻ നടത്തി തരും. അങ്ങനെ ക്ലാസിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അത് പ്രകാരമുള്ള ജീവനക്കാരെ നിയമിക്കുന്നതിനും അത് പ്രകാരമുള്ള ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുന്നതും പിന്നെ ഒരു തരത്തിലുള്ള അനുമതിയും രജിസ്ട്രാറിൽ നിന്നും വാങ്ങേണ്ടതായിട്ടില്ല. സ്റ്റാഫ് പാറ്റേണിൽ എന്തെങ്കിലും, അതായത് സ്റ്റാഫ് പാറ്റേൺ സ്വീകരിക്കണം എന്നാ പറയുന്നത്, ഷാൽ അഡോപ്റ്റ് എന്നാ പറയുന്നത്. അതായത് നമ്മൾ ഈ ക്ലാസിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ അത് പ്രകാരമുള്ള സ്റ്റാഫ് പാറ്റേൺ നമ്മൾ സ്വീകരിക്കണം എന്നാ പറയുന്നത്. അപ്പോൾ അത് പ്രകാരമുള്ള ജീവനക്കാരെ നിയമിക്കുന്നതിനും അത് പ്രകാരമുള്ള ജീവനക്കാരെ നിയമിച്ച് ശമ്പളം കൊടുക്കുന്നതിനും പിന്നീട് ഒരു അനുമതി വാങ്ങേണ്ടതില്ല. അപ്പോ പിന്നെ സ്റ്റാഫ് പാറ്റേണിൽ എന്തെങ്കിലും ഒരു ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ മാത്രമേ ഭരണസംഘം രജിസ്ട്രാറുടെ അനുമതി പിന്നീട് വാങ്ങേണ്ടതായിട്ടുള്ളൂ. അതായത് നമുക്കിപ്പോ എന്താണ് ചേഞ്ചസ് എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമുക്കിപ്പോ 4 ക്ലർക്ക് അല്ലെങ്കിൽ 5-10 ക്ലർക്ക് അതിനകത്തുണ്ട്. ഞാൻ പറയുന്ന എനിക്ക് 10 ക്ലർക്ക് വേണ്ട, 6 ക്ലർക്ക് മതി, ബാക്കി 2 പ്യൂണിനെ അധികം തരുമോ എന്ന് ചോദിച്ചാൽ നമുക്ക് എന്തായി? സ്റ്റാഫ് പാറ്റേണിലെ ചേഞ്ചസ് ആയി. അതുപോലെ തന്നെ സ്റ്റാഫ് പാറ്റേണിൽ നമുക്കിപ്പോ ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് ബാങ്കിന് കുറെ തസ്തികകൾ തരംതിരിക്കപ്പെട്ട് തന്നിട്ടുണ്ടാവും. ആ തസ്തികകൾ അധികമായി എന്തെങ്കിലും തസ്തികയോ അല്ലെങ്കിൽ അതിന് പകരമായ മറ്റൊരു തസ്തികയോ ഒക്കെ വാങ്ങിക്കണമെങ്കിൽ മാത്രമേ രജിസ്ട്രാറുടെ പെർമിഷൻ ആവശ്യമുള്ളൂ. ഇനി ക്ലാസ് 1 സൂപ്പർ ഗ്രേഡ് തസ്തികയ്ക്ക് അനുസൃതമായ സെക്രട്ടറി മുതൽ പ്യൂണ് വരെയുള്ള എത്രയാണോ തസ്തികയുള്ളത് അത് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എങ്കിൽ ഒരു തരത്തിലുള്ള മുൻകൂർ അനുമതിയും രജിസ്ട്രാറിൽ നിന്ന് വാങ്ങേണ്ടതായിട്ടില്ല എന്നാണ് ചട്ടം 188 പറയുന്നത്. അതുപോലെ 2024 കഴിഞ്ഞ വർഷം അല്ല ഈ വർഷമല്ല കഴിഞ്ഞ വർഷം 2024 ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി അത് ഒന്നുകൂടി ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ഒരു സംഘത്തെ ക്ലാസിഫിക്കേഷൻ നടത്തി കഴിഞ്ഞാൽ ആ സംഘത്തിന് പിന്നീട് ജീവനക്കാരെ നിയമിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് ശമ്പളം കൊടുക്കുന്നതിനും വേറെ ഒരാളുടെയും പെർമിഷൻ ആവശ്യമില്ല എന്ന് പറയുന്നുണ്ട്. ഒരു സംശയം സാറേ, നമ്മള് ഇപ്പോ ഒരു ക്ലാസ് 1 ബാങ്കാണ്, അത് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ആയി മാറിക്കഴിഞ്ഞാൽ ക്ലാസ് 1 ബാങ്കിന്റെ സ്റ്റാഫ് പാറ്റേണും ക്ലാസ് സ്പെഷ്യൽ ഗ്രേഡിന്റെ സ്റ്റാഫ് പാറ്റേണും വ്യത്യസ്തമല്ലേ? വ്യത്യസ്തമാണ്. അപ്പൊ അതിലേക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് അവർക്ക് ചേഞ്ച് ചെയ്യാം എന്നാണോ ഉദ്ദേശിച്ചത്? നിങ്ങൾക്ക് ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡായി നിങ്ങൾ തരംതിരിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡിന് തുല്യമായ എല്ലാ തസ്തികയ്ക്കും നിങ്ങൾക്ക് അർഹതയുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അതിന് പ്രത്യേകമായ ഒരു അനുമതി വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അഡീഷണൽ ആയിട്ട് സംശയം ചോദിച്ചോട്ടെ, നമുക്ക് ഇപ്പൊ ക്ലാസ് 1 ആയിരിക്കും സ്പെഷ്യൽ ഗ്രേഡ് ആയിരിക്കുന്ന സമയത്ത് അവർക്ക് ബ്രാഞ്ചസ് ഇല്ല. ഒരു 3 ബ്രാഞ്ചിന് സാങ്ഷൻ വാങ്ങി ബ്രാഞ്ച് വെച്ചു. അപ്പം ആ രീതിയിൽ ബ്രാഞ്ച് മാനേജറുടെ തസ്തിക നമ്മൾ വാങ്ങിക്കണം അല്ലെ? ഓക്കെ. അതായത് ബ്രാഞ്ച് മാനേജർ ഇന്റേണൽ എന്നിങ്ങനെ പറഞ്ഞിട്ടേ ഉണ്ടാവും. ഇതിൽ എത്രയും വേണം എന്ന് അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതായത് ബ്രാഞ്ച് മാനേജറുടെ തസ്തിക എന്ന് പറയുന്നത് എത്ര ബ്രാഞ്ച് ഉണ്ടോ അതിന് തുല്യമായ തസ്തിക പിന്നെ അഡീഷണൽ ആയിട്ട് പോസ്റ്റ് വാങ്ങിക്കുന്നതിനൊക്കെ പെർമിഷൻ എടുക്കേണ്ടതായിട്ടുണ്ട്. അല്ലാതെ ഇതിന് പറയുന്ന തസ്തിക മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ എങ്കിൽ നമുക്ക് പ്രത്യേകമായ പെർമിഷൻ ആവശ്യമില്ല. സാറേ സ്പെഷ്യൽ ഗ്രേഡിലെ ആദ്യം ടൈപ്പിസ്റ്റ് ആയിരുന്നു, ഇപ്പൊ ഡാറ്റ എൻട്രി ഇതൊക്കെ വന്നിട്ടുണ്ട്. അതിന് വീണ്ടും നമ്മൾ മേടിക്കണം പുതുതായിട്ട്. ഇപ്പൊ 2002 സ്പെഷ്യൽ ഗ്രേഡ് ആയിട്ട് കിട്ടിയ സ്റ്റാഫ് പാറ്റേൺ ആണ്. ഇപ്പൊ അതിന് ശേഷം മാറി വന്ന സ്റ്റാഫ് പാറ്റേൺ നമ്മൾ സാങ്ഷൻ വാങ്ങേണ്ടതുണ്ടോ അതോ അത് അഡോപ്റ്റ് ചെയ്യാൻ പറ്റും? അതായത് അല്ല, ഡാറ്റ എൻട്രി നിങ്ങൾക്ക് എടുക്കണമെങ്കിൽ ആ പോസ്റ്റ് ചേഞ്ച് ചെയ്ത് വാങ്ങിക്കണം. ഒന്നിക്കൽ ഈ പിന്നെ ടൈപ്പിസ്റ്റ് തസ്തിക ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ തസ്തികയെ കൺവേർട്ട് ചെയ്തിട്ട് അപേക്ഷ കൊടുക്കണം. എന്നിട്ട് ആ തസ്തിക കൺവേർട്ട് ചെയ്തിട്ട് വാങ്ങിക്കണം. ഒരു സംശയം, ഈ ചില പിന്നെ ക്ലാസിഫിക്കേഷൻ ഓർഡറിൽ പിന്നെ JR ഓർഡറിൽ പറയുന്നുണ്ടല്ലോ ഈ തസ്തികകൾ പുതിയ തസ്തികൾക്ക് രജിസ്ട്രാറെ അനുവാദം വാങ്ങേണ്ടതാണ്. അങ്ങനെ തരാൻ വേണ്ടി പാടില്ല. അത് ഹൈക്കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, പറ്റൂല. പക്ഷെ നമുക്കെല്ലാം കിട്ടിയ ഓർഡറിൽ അങ്ങനെയാ ഉള്ളത്. നിങ്ങളൊരു കാര്യം, നിങ്ങൾ കോടതി പോണ്. നമ്മള് അപ്പോ അത് വെച്ചിട്ട് നമുക്ക് അത് ഇപ്പം അങ്ങനെ പറഞ്ഞത് കൊണ്ട് നമ്മളിപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ 2024 മാർച്ച് മാസം ഹൈക്കോടതി വന്ന ഉത്തരവ് ഞാൻ നിങ്ങൾക്ക് അയച്ചുതരാം. ആയിക്കോട്ടെ. അല്ല അപ്പൊ സാർ നമ്മളിപ്പം ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് നമ്മളൊരു പോസ്റ്റിംഗ് നടത്തി കഴിഞ്ഞാൽ വഴി ഒരു പ്രശ്നമില്ല. നമുക്ക് ധൈര്യപൂർവ്വം നടത്താം.
ഓക്കെ, താങ്ക് യു സർ. അതായത് അതിന് മുമ്പ് നിങ്ങൾക്ക് പിന്നെ നിങ്ങൾ ഓരോ തസ്തികയ്ക്ക് നിങ്ങൾ പെർമിഷൻ എടുത്തിട്ടുണ്ടാവില്ലേ? ഉണ്ട്. അപ്പൊ എന്ത് വേണം, നമുക്ക് കത്ത് അങ്ങോട്ട് അയക്കാം, ഒരു റെസൊല്യൂഷൻ എടുക്കുക. എന്നിട്ട് പറയാ എനിക്ക് ഇന്നിന്ന കുറെ ഉത്തരവിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ആ തന്നിട്ടുണ്ടാവുക. അതെ അതെ. അപ്പൊ ഇന്നിന്ന ഉത്തരവിലൂടെ എനിക്ക് ഇന്നിന്ന തസ്തികളിൽ അനുവദിക്കപ്പെട്ട് തന്നിട്ടുണ്ട്, എന്റെ ക്ലാസിഫിക്കേഷൻ പ്രകാരം എന്നെ ഇന്ന ക്ലാസ് ആയി തരംതിരിക്കപ്പെട്ടിട്ടുണ്ട്, ആദ്യം എനിക്ക് താഴെ പറയും പ്രകാരമുള്ള തസ്തികയല്ല, അതുകൊണ്ട് എനിക്ക് ഈ രീതിയിൽ സ്റ്റാഫ് പാറ്റേൺ അനുവദിച്ചു തരണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുക്കണം. ഓക്കെ. അതായത് നമുക്കൊരു സ്റ്റാഫ് പാറ്റേൺ വേണം. ഈ സ്റ്റാഫ് പാറ്റേൺ നമ്മൾ അപേക്ഷ കൊടുക്കുക. അപേക്ഷ കൊടുത്താൽ മതി, പിന്നെ തരേണ്ട ഉത്തരവാദിത്തം അവർക്കാം. തരുന്നില്ലെങ്കിൽ നിങ്ങൾ ധൈര്യപൂർവ്വം അതിന് കണക്കായ സ്റ്റാഫ് പാറ്റേൺ എടുത്തിട്ട് ജീവനക്കാരെ നിയമിച്ചോ. ഓക്കെ, താങ്ക് യു സർ. ഓക്കെ. ഈ സ്റ്റാഫ് പാറ്റേൺ അപ്പൻഡിക്സ് 3 പ്രകാരം ഗവൺമെന്റ് നിശ്ചയിച്ച സ്റ്റാഫ് പാറ്റേൺ ആണല്ലോ. അതെ, ഗവൺമെന്റ് നിശ്ചയിച്ച സ്റ്റാഫ് പാറ്റേൺ. ജോയിന്റ് രജിസ്ട്രാർ അനുവാദം എന്തിനാണെന്നാ? ആവശ്യമില്ല, അതന്നെ കോടതിയും പറഞ്ഞത്. അതാ കോടതി പറഞ്ഞത്. 1992 പരമേശ്വരൻ കർത്ത കൊടുത്ത കേസുണ്ടല്ലോ. അത് മാത്രമല്ല, 2024 മാർച്ചിൽ, ഈ കഴിഞ്ഞ മാർച്ചിൽ ഹൈക്കോടതി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അതായത് സർക്കാർ നിശ്ചയിച്ച പിന്നെ അപ്പൻഡിക്സ് 3 പ്രകാരമുള്ള പോസ്റ്റ് തന്നു കഴിഞ്ഞാൽ ക്ലാസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥരാണ്, ഞാൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഇത് മോശമായി പറയുന്നതിൽ നമുക്ക് പിന്നെ പറയാൻ പറ്റൂല, പറയുന്നില്ല. അതല്ല ഞാൻ പറഞ്ഞത്. സാധാരണ ചെയ്യേണ്ടിയിരുന്നത്, ഒരു സംഘത്തെ ഞാൻ ക്ലാസ് 1 സ്പെഷ്യൽ ഗ്രേഡ് ബാങ്കായി ക്ലാസിഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവരുടെ സ്റ്റാഫ് പാറ്റേൺ വാങ്ങിച്ച് നിങ്ങൾ ഇതിന്റെ കൂടെ സ്റ്റാഫ് പാറ്റേണും കൂടി കൊടുക്കുകയാണ് വേണ്ടത്. നിങ്ങളെ ഈ ക്ലാസിഫിക്കേഷൻ പ്രകാരം ഈ സംഘത്തിന്റെ സ്റ്റാഫ് പാറ്റേൺ താഴെ പറയും പ്രകാരമായിരിക്കും എന്ന് പറഞ്ഞ് അതും കൂടി ഉത്തരവാക്കി കൊടുക്കുകയാണ് സത്യത്തിൽ ചെയ്യേണ്ടിയിരുന്നത്. അതാണ് ശരിയായ വഴി എന്ന് പറഞ്ഞത്. പക്ഷെ പലപ്പോഴും അങ്ങനെയൊന്നും ചെയ്യാറില്ല, അങ്ങനെയൊന്നും നടക്കാറില്ല. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും എന്ത് വരുന്നത്, കോടതി വ്യവഹാരത്തിലേക്ക് പോകുന്നത്. ഈ സ്റ്റാഫ് പാറ്റേണിന്റെ കേസിൽ എപ്പോ കോടതിയിൽ പോയാലും വിധി ഏകദേശം ഒരു 5ഓളം വിധികൾ എന്റെ കയ്യിലുണ്ട്. സ്റ്റാഫ് പാറ്റേൺ പിന്നെ സംഘത്തെ ക്ലാസിഫൈ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രകാരം ജീവനക്കാരെ നിയമിക്കുന്നതിനും അതുപ്രകാരം ജീവനക്കാരുടെ ശമ്പളം കൊടുക്കുന്നതിനും ആരുടെയും പെർമിഷൻ ആവശ്യമില്ല പിന്നീട് എന്ന് പറഞ്ഞ 5ഓളം വിധികൾ എന്റെ കയ്യിലുണ്ട്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ മിനിമം വേജസ് ആക്ട് നടപ്പാക്കുക, അതായത് മിനിമം വേജസ് ആക്ട് നടപ്പാക്കിയ രാജ്യമാണ് നമ്മുടേത്. അപ്പൊ നമ്മൾ ഇപ്പോഴും പറയുന്നത് 5000 രൂപ, 2000 രൂപ, 4000 രൂപ ശമ്പളത്തിൽ മൊത്ത ശമ്പളത്തിൽ ജീവനക്കാരെ നിയമിച്ചോളാനാണ് ഇപ്പോഴും നമുക്ക് ജോയിന്റ് രജിസ്ട്രാർമാർ ഉത്തരവ് കൊടുക്കുന്നത്. പക്ഷെ മിനിമം വേജസിൽ കുറഞ്ഞിട്ട് ശമ്പളം ഫിക്സ് ചെയ്യാൻ പാടില്ല, അതൊരു സെൻട്രൽ ആക്ട് ആണ്. അതിൽ കുറഞ്ഞിട്ട് ശമ്പളം ഫിക്സ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ രജിസ്ട്രാറുടെ സർക്കുലറും നിലവിലുണ്ട്. ഡെയിലി 450 അല്ലേ മിനിമം വേജസ്? ഇപ്പൊ അത് കഴിഞ്ഞ 2021 22 അവരുടെ പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. അത് ഓരോ തസ്തികയ്ക്കും വ്യത്യസ്തമായ രീതിയിൽ പുതുക്കി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അത് സർക്കാർ ഓരോ സമയത്ത് ഇങ്ങനെ പബ്ലിഷ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതാണ്. അപ്പൊ ക്ലർക്ക് തസ്തികയിലേക്ക് ഇത്ര, ഡ്രൈവർ തസ്തികയിലേക്ക് ഇത്ര, പ്യൂൺ തസ്തികയിലേക്ക് ഇത്ര എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സർക്കാർ അതാത് സമയത്ത് പബ്ലിഷ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എത്രയാണ് എന്ന് വ്യക്തമായിട്ട് എന്റെ കയ്യിൽ ആ ഉത്തരവില്ല. 2021 ഇറങ്ങിയ ഉത്തരവ് എന്റെ കയ്യിൽ എവിടെയോ വേണം, അതിനുശേഷം ഇറങ്ങിയിട്ടുണ്ടോ എന്നുള്ള കാര്യം അറിയില്ല. അപ്പൊ ഇതാണ് സ്റ്റാഫ് പാറ്റേൺ എന്ന് പറയുന്നത്. ഇനി ചിലപ്പം ഏതെങ്കിലും ഒരു സംഘത്തിൽ അതിന്റെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കാത്തതിനാൽ ചട്ടത്തിൽ നിശ്ചയിച്ച തരത്തിലുള്ള ജീവനക്കാരുടെ ഘടന സ്വീകരിക്കാനും അവർക്ക് ശമ്പളം നൽകുന്നതിനും സാധ്യമല്ലെന്ന് സംഘം ഭരണസമിതിക്ക് തോന്നിക്കഴിഞ്ഞാൽ സംഘം ഭരണസമിതിക്ക് എന്ത് ചെയ്യാം? സംഘം ഭരണസമിതിക്കാർക്ക് അതിന് സൗജന്യമായിട്ട് സേവനം ചെയ്യാം. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ, ഏതെങ്കിലും സംഘത്തിന് പ്രത്യേക സാഹചര്യത്തിൽ ശമ്പളത്തിന്റെ നിരക്ക് ഉൾപ്പെടെ ജീവനക്കാരുടെ ഘടനയിൽ എന്തെങ്കിലും മാറ്റം ആവശ്യമുള്ള പക്ഷം രജിസ്ട്രാറുടെ മുൻ അനുവാദത്തിനോടുകൂടി സംഘത്തിന് ചെയ്യാവുന്നതാണ്. അതായത് സംഘത്തിന് ഇപ്പം ഈ ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്ന് സംഘത്തിന് തോന്നുന്നു. നമുക്ക് ഇന്ന സ്കെയിലില് അത് സംഘത്തിന് നഷ്ടം വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പൊ ഇന്ന സ്കെയിലൊക്കെ ഈ തസ്തികയിലെ ജീവനക്കാർക്ക് കൊടുക്കാൻ കഴിയില്ല എന്ന് സംഘത്തിന് തോന്നിക്കഴിഞ്ഞാൽ സംഘത്തിന് തന്നെ പ്രത്യേകമായ ഒരു ശമ്പള സ്കെയിൽ ഉണ്ടാക്കി അതിന് അംഗീകാരം വാങ്ങിക്കണം രജിസ്ട്രാറുടെ നിർബന്ധമായും അംഗീകാരം വാങ്ങി അത് നടപ്പിൽ വരുത്തുന്നതിനും സംഘം ഭരണസമിതിക്ക് അധികാരമുണ്ട്. അതായത് ഗവൺമെന്റ് കാലാകാലങ്ങളിൽ പ്രഖ്യാപിക്കുന്ന ശമ്പള സ്കെയിൽ കൊടുക്കാൻ കഴിയുകയില്ല എന്ന് സംഘം ഭരണസമിതിക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ, അതായത് നഷ്ടം കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ഒരു കാരണവശാലും ശമ്പളം കൊടുക്കാൻ കഴിയില്ല എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അതിന് ആനുപാതികമായ ശമ്പള ഘടന ഉണ്ടാക്കാനും സംഘം ഭരണസമിതിക്ക് അധികാരമുണ്ട്. അതാണ് ചട്ടം 188 പറയുന്നത്.
അടുത്ത ചട്ടം 188A എന്ന് പറയുന്ന ആശ്രിത നിയമനം. അതായത് സേവനത്തിലിരിക്കെ മരണമടയുന്ന ജീവനക്കാരുടെ ആശ്രിതർക്കുള്ള നിയമനത്തിനെ കുറിച്ച് പറയുന്നതാണ് ചട്ടം 188A എന്ന് പറയുന്നത്. അതിനനുസൃതമായ ഒരു സർക്കുലറാണ് സർക്കുലർ 26/89. അതുപോലെ തന്നെ സർവസംഘ രജിസ്ട്രാറുടെ ഒരു കത്തുണ്ട് 3-35-826/92 എന്ന് പറയുന്ന ഒരു കത്തും. ഈ രണ്ട് സംഗതികളുമാണ് ആശ്രിത നിയമനവുമായി ബന്ധപ്പെട്ട് എവിടെയുള്ളത്? ഈ ഒരു സർക്കുലറും അതുപോലെ തന്നെ രജിസ്ട്രാറുടെ ഒരു കത്തും. സേവനത്തിലിരിക്കെ മരണമടയുന്ന ഒരു ജീവനക്കാരന്റെ ആശ്രിതന് എന്ത് കൊടുക്കാം? നിയമനം കൊടുക്കാൻ പറ്റും. ആ നിയമനം കൊടുക്കുന്ന അതിന്റെ ഭരണസമിതിക്ക് അധികാരമുണ്ടായിരിക്കും. മരണപ്പെട്ട ജീവനക്കാരന്റെ ഒരു ആശ്രിതന് മാത്രമേ എന്ത് കൊടുക്കാൻ വേണ്ടി പറ്റുള്ളൂ? ജോലി കൊടുക്കാൻ വേണ്ടി പറ്റൂ, നിയമനം കൊടുക്കാൻ വേണ്ടി പറ്റൂ. വാഗ്ദാനം ചെയ്യപ്പെട്ടതും അതുപ്രകാരം സ്വീകരിച്ചതുമായ നിയമനം മാറ്റുവാൻ യാതൊരു തരത്തിലുള്ള അധികാരവും അല്ലെങ്കിൽ യാതൊരു കാരണവശാലും അനുവദിക്കില്ല. വാഗ്ദാനം ചെയ്യപ്പെട്ടതും അതുപോലെ തന്നെ സ്വീകരിച്ചതുമായ ഒരു തസ്തികയിലും പിന്നീട് മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. ജീവനക്കാരന്റെ മരണ തീയതി മുതൽ 1 വർഷത്തിനകം ഈ പദ്ധതി പ്രകാരം ആശ്രിതൻ ജോലിയിലേക്ക് അപേക്ഷിച്ചിരിക്കണം. ജീവനക്കാരന്റെ മരണ തീയതി മുതൽ 1 വർഷത്തിനകം ആശ്രിതൻ ജോലിക്ക് അപേക്ഷിച്ചിരിക്കണം. ആശ്രിതൻ മൈനർ ആണെങ്കിൽ പ്രായപൂർത്തിയായ തീയതി മുതൽ 3 കൊല്ലത്തിനകം ജോലിക്ക് അപേക്ഷിച്ചാൽ മതിയാകും. ഈ ജീവനക്കാരൻ മൈനർ ആണെങ്കിൽ മേജറായി 3 വർഷത്തിനകം ജോലിക്ക് അപേക്ഷിച്ചാൽ മതി. അപ്പൊ ഏത് തസ്തികയിലേക്കാണ് നിയമനം കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. അതായത് ഒരു സംഘത്തിൽ നേരിട്ട് നിയമനം നടത്തുവാൻ നിശ്ചയിക്കപ്പെട്ട വിഭാഗത്തിലെ ഏറ്റവും താഴത്തെ തസ്തികയിലായിരിക്കണം നിയമനം നടത്തേണ്ടത്. നേരിട്ട് നിയമനം നടത്താൻ നിശ്ചയിക്കപ്പെട്ട തസ്തികയുടെ ഏറ്റവും താഴത്തെ തസ്തികയിലാണ് ഈ ജീവനക്കാരന് നിയമനം നടത്തേണ്ടത്. അപ്പൊ ആ തസ്തിക എന്ന് പറയുന്നത് ഏറ്റവും താഴത്തെ തസ്തിക എന്ന് ഉദ്ദേശിക്കുന്നത് ജൂനിയർ ക്ലർക്ക് സമാനമായ തസ്തികയാണ്. അപ്പോ നേരിട്ട് നിയമനം നടത്താൻ പറ്റുന്ന ഏറ്റവും താഴത്തെ തസ്തിക എന്ന് പറയുന്നത് ജൂനിയർ ക്ലർക്ക് തസ്തികയ്ക്ക് സമാനമായിരിക്കും. അതുപോലെ തന്നെ ആശ്രിതൻ SSLCയോ അതിനു മുകളിലോ വിദ്യാഭ്യാസ യോഗ്യത ഉള്ള ആളുകളാണെങ്കിൽ സഹകരണ പരിശീലന വിദ്യാഭ്യാസ യോഗ്യത ഇല്ലെങ്കിൽ കൂടിയും ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ നിയമിക്കാവുന്നതാണ്. സഹകരണ പരിശീലനം ഇല്ലെങ്കിലും ഈ ജീവനക്കാരൻ എന്ത് കൊടുക്കാം? ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് നിയമനം കൊടുക്കാം. ജോലിയിൽ പ്രവേശിച്ച് 3 വർഷത്തിനുള്ളിൽ സഹകരണ പരിശീലന യോഗ്യത കൈവരിച്ചാൽ മതി. ഈ ജീവനക്കാരൻ ജോലിയിൽ പ്രവേശിച്ച് 3 വർഷത്തിനകം എന്ത് ചെയ്താൽ മതി? JDC വിദ്യാഭ്യാസ യോഗ്യത കൈവരിച്ചാൽ മതി. അതുപോലെ തന്നെ ആശ്രിത നിയമന പദ്ധതി പ്രകാരം നിയമിക്കപ്പെടുന്ന ജീവനക്കാരന് സഹകരണ പരിശീലന കോഴ്സിന് നിയോഗിക്കപ്പെടുകയാണെങ്കിൽ അവർക്ക് പരിശീലന കാലത്ത് ശമ്പളവും അലവൻസുകളും സംഘം നൽകേണ്ടതാണ്. ജീവനക്കാർക്ക് തസ്തികയിൽ ഒഴിവില്ലെങ്കിൽ തൊട്ട് താഴെയുള്ള തസ്തികയിൽ ആവശ്യാനുസരണം നിയമനം നടത്തുന്നത് ഭരണസമിതിക്ക് തീരുമാനം കൈക്കൊള്ളാം. ഏത് തസ്തികയിലാണോ വിദ്യാഭ്യാസ യോഗ്യതയ്ക്ക് അനുസൃതമായിട്ട് ഈ ജീവനക്കാരനെ നിയമിക്കപ്പെടാവും ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ആശ്രിത നിയമനത്തിലുള്ള അപേക്ഷക മരണപ്പെട്ട ജീവനക്കാരുടെ വിധവയോ വിഭാര്യനോ അതുപോലെ തന്നെ അച്ഛനോ അമ്മയോ ആണെന്നുണ്ടെങ്കിൽ റിട്ടയർമെന്റ് വയസ്സിന് വിധേയമായി ഉയർന്ന പ്രായപരിധി സംബന്ധിച്ച വ്യവസ്ഥ ബാധകമല്ല. എന്നാൽ മറ്റ് ആശ്രിതരുടെ കാര്യത്തിലാണെങ്കിൽ പ്രായം സംബന്ധിച്ച ചട്ടം 183 വ്യവസ്ഥകൾ ബാധകമായിരിക്കും. ഈ മരണപ്പെട്ട ജീവനക്കാരന്റെ വിധവയോ വിഭാര്യനോ അച്ഛനോ അമ്മയോ ആണ് നിയമനം നേടുന്നതെങ്കിൽ അവർക്ക് ഉയർന്ന പ്രായപരിധി എന്നൊന്നില്ല. അവർക്ക് റിട്ടയർമെന്റ് ഏജ് കടക്കാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. എന്നാൽ മറ്റ് ആശ്രിതരുടെ കേസിലാണെങ്കിൽ ചട്ടം 183 പ്രകാരമുള്ള വയസ്സ് നിർബന്ധം. വയസ്സിലെ പ്രായപരിധി സംബന്ധിച്ച ചട്ടം പാലിക്കപ്പെടേണ്ടതാണ്. അതുപോലെ തന്നെ അപേക്ഷ സമർപ്പിക്കുന്നയാള് വിധവയോ വിഭാര്യനോ ആണെങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് പുനർവിവാഹം നടത്താൻ വേണ്ടി പാടില്ല. ആശ്രിത നിയമനം നടത്തുന്നതിന് സംഘം ഭരണസമിതി തീരുമാനം എടുത്തിരിക്കണം. അതുപോലെ തന്നെ രജിസ്ട്രാറുടെ മുൻകൂർ അനുമതിയും വാങ്ങിയിരിക്കണം. അപ്പൊ നമ്മളിപ്പോ സ്വാഭാവികം ചോദിക്കുന്നത് മറ്റൊരു വസ്തുതയുണ്ട്. അതായത് ഒരു ജീവനക്കാരൻ SSLC വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, അയാൾക്ക് JDC ഇല്ല, BCom കോർപ്പറേഷൻ അല്ല, ഒന്നുമല്ല. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? നമ്മൾ ക്ലർക്ക് തസ്തികയിലേക്ക് നിയമിക്കും. ക്ലർക്ക് തസ്തികയിലേക്ക് നിയമിക്കപ്പെട്ടു കഴിഞ്ഞാൽ 3 വർഷത്തിനകം എന്ത് വേണം? ഈ ജീവനക്കാരൻ
JDC വിദ്യാഭ്യാസ യോഗ്യത കൈവരിക്കണം. അപ്പൊ JDCക്ക് നമ്മൾ സംഘം എന്ത് ചെയ്യണം? ഏറ്റവും അടുത്ത് തന്നെ ഇയാളെ JDCക്ക് സംഘം ഭരണസമിതി തീരുമാനത്തിലൂടെ പറഞ്ഞേക്കണം. അങ്ങനെ ഇയാൾ പരാജയപ്പെടുകയാണെന്നുണ്ടെങ്കിലോ, ഇയാൾ അല്ലെങ്കിൽ JDC വിദ്യാഭ്യാസ യോഗ്യത കൈവരിക്കുന്നില്ലെങ്കിലോ 3 വർഷം വരെ കാത്തിരുന്നതിന് ശേഷം ഇയാൾ JDC വിദ്യാഭ്യാസ യോഗ്യത കൈവരിക്കുന്നില്ലെങ്കിൽ ഇയാളുടെ പ്രൊബേഷൻ നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റില്ല. എന്ന് ഈ തസ്തികയിൽ പ്രവേശിക്കാനുള്ള യോഗ്യത ഇയാൾ കൈവരിക്കപ്പെടുന്നു, അന്ന് മാത്രമേ ഇയാൾക്ക് പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി പറ്റൂ. അപ്പൊ 3 വർഷത്തിനകം ഇതൊന്നും കൈവരിക്കപ്പെടുന്നില്ലെങ്കിൽ ഈ ജീവനക്കാരനെ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ചട്ടം 184 വ്യവസ്ഥകൾക്ക് വിധേയമായി ഈ ജീവനക്കാരനെ രജിസ്ട്രാറുടെ മുൻകൂർ അനുമതി വാങ്ങി സർവീസിൽ നിന്നും നീക്കം ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ ആശ്രിതർ, ഇനി അടുത്ത് നമുക്ക് നോക്കുന്ന ആശ്രിതരുടെ പട്ടികയാണ്. ഈ ആശ്രിതർ എന്ന് പറയുന്ന വിഭാഗത്തിൽ ആരൊക്കെ പെടും എന്നുള്ളതാണ്. ആശ്രിതൻ എന്നാൽ സ്വന്തമായ ജീവിത മാർഗം ഇല്ലാത്തതും ജീവനക്കാരൻ മരിക്കുന്ന അവസരത്തിൽ ജീവനക്കാരന്റെ അല്ലെങ്കിൽ ജീവനക്കാരിയുടെ വരുമാനത്തെ ആശ്രയിച്ച് ജീവിക്കുന്നവളോ ആയിരിക്കണം. അതുപോലെ തന്നെ മരണമടഞ്ഞ ജീവനക്കാരന്റെ കുടുംബം എന്നാൽ താഴെ ഞാൻ പറയുന്ന മുൻഗണനാ ക്രമത്തിൽ ആയിരിക്കും. അതായത് ഈ മരണപ്പെടുന്ന ജീവനക്കാരന്റെ ആശ്രയത്വത്തിൽ ജീവിക്കുന്നവരെയാണ് നമ്മൾ എന്ത് പറയാ, അവരുടെ ആശ്രിതന്മാർ എന്ന് പറയാം. അപ്പൊ അതിനൊരു പട്ടികയുണ്ട് ആരൊക്കെയാണ് എന്നുള്ളത്. ആദ്യം വിധവ അല്ലെങ്കിൽ വിഭാര്യൻ, പിന്നെ മകൻ അല്ലെങ്കിൽ മകൾ, പിന്നെ സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അല്ലെങ്കിൽ അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അനന്തരവൻ അല്ലെങ്കിൽ അനന്തരവൻ. ഇത്രയും ആൾക്കാരാണ് ആശ്രിതന്മാരുടെ പട്ടിക എന്ന് പറയുന്നത്. വിധവ അല്ലെങ്കിൽ വിഭാര്യൻ, മകൻ അല്ലെങ്കിൽ മകൾ, സഹോദരൻ അല്ലെങ്കിൽ സഹോദരി, അച്ഛൻ അല്ലെങ്കിൽ അമ്മ, അനന്തരവൻ അല്ലെങ്കിൽ അനന്തരവൻ. വിധവയ്ക്കോ വിഭാര്യനോ ഇപ്പൊ ഈ ഹലോ ഒരു സംശയം പറഞ്ഞു. ഈ ആശ്രിത നിയമനം ലഭിച്ച വ്യക്തി ജൂനിയർ ക്ലർക്കായിട്ട് നിയമനം കിട്ടിയിട്ട് 3 വർഷത്തിന് ഉള്ളിൽ അയാൾ ആ JDC ക്വാളിഫിക്കേഷൻ നേടിയിട്ടില്ല എങ്കിൽ അയാളെ പ്യൂണായിട്ട് തരം താഴ്ത്താൻ വേണ്ടി പറ്റുമോ എന്നാണ്? പറ്റൂല. പിരിച്ചുവിടുക തന്നെ വേണം. അയാളെ പിരിച്ചുവിടണം. അതായത് നമ്മളിപ്പോ സാധാരണ നേരത്തെ പ്രൊബേഷൻ പറഞ്ഞില്ലേ, ഇയാളുടെ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാൻ വേണ്ടി കഴിയില്ല. ഓക്കെ. അപ്പൊ പ്രൊബേഷൻ ഡിക്ലെയർ ചെയ്യാത്ത ജീവനക്കാരനെ നമ്മൾ ചട്ടം 184 പ്രകാരം എന്താ പറയേണ്ടത്? ഇയാൾ നോട്ടീസ് അയച്ചിട്ട് ഇയാളെ പിരിച്ചുവിടുക. ഓക്കെ. അപ്പൊ വേറൊരു സംശയം, ഇത് ജൂനിയർ ക്ലർക്ക് തന്നെ നിയമിക്കണം നിർബന്ധമുണ്ടോ? അയാൾ ആദ്യം തന്നെ അറ്റൻഡറായി നിയമിക്കാൻ പറ്റുമോ? അത് അയാളുടെ സമ്മതമുണ്ടെങ്കിൽ അയാൾക്ക് നമുക്ക് അറ്റൻഡറായിട്ട് നിയമിക്കാം. ഓക്കെ. എനിക്ക് പിന്നെ സാധാരണ ജൂനിയർ ക്ലർക്ക് തസ്തികയിലാണ് നിയമിക്കേണ്ടത്. ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ഒഴിവുണ്ടെങ്കിൽ അതിലേക്ക് നിയമിക്കണം എന്നാ പറയുന്നത്. എനിക്ക് ജീവനക്കാർ റിക്വസ്റ്റ് തരുന്നു, എനിക്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് വേണ്ട, എനിക്ക് ഒഴിവുള്ള പ്യൂൺ തസ്തികയിലേക്ക് അല്ലെങ്കിൽ ഒഴിവുള്ള അറ്റൻഡർ തസ്തികയിലേക്ക് നിയമിച്ചാൽ മതിയാകുന്നതാണ് എന്ന് പറഞ്ഞ് അപേക്ഷ എഴുതി വാങ്ങിച്ചു കഴിഞ്ഞാൽ ഇയാൾക്ക് മറ്റു തസ്തികയിലേക്ക് നിയമിക്കാം. അപ്പൊ അയാളുടെ സമ്മതമില്ലാതെ അറ്റൻഡർ തസ്തികയിൽ നിയമിച്ചാൽ പറ്റൂല. സമ്മതമില്ലാതെ അറ്റൻഡർ തസ്തികയിലേക്ക് നിയമിക്കാൻ വേണ്ടി പറ്റൂല. അപ്പൊ അങ്ങനെ നിയമിച്ച സാഹചര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി പറ്റും? അപ്പൊ നമുക്കിപ്പോ ഓഡിറ്റർ എന്നുള്ള നിലയിൽ നമുക്ക് നോട്ട് എഴുതാനേ പറ്റും. ഇവിടെ ഇങ്ങനെ തസ്തിക ഉണ്ടായിട്ടും ഇയാളെ ഇന്ന തസ്തികയിലാണ് നിയമിച്ചത് എന്ന് പറയാനേ പറ്റും. തസ്തിക ഒഴിവുണ്ടായിട്ടുണ്ടോ? ക്ലർക്ക് തസ്തികയുടെ വേക്കൻസി ഉണ്ടോ? അപ്പൊ ക്ലർക്ക് തസ്തികയുടെ വേക്കൻസി ഉണ്ട്, ക്ലർക്ക് തസ്തികയിലേക്കാണ് അയാളെ നിയമിക്കേണ്ടത്. അല്ല, അത് എന്നിട്ട് രജിസ്ട്രാറാണ് നിയമിച്ച് നിയമനം സാധൂകരിച്ച് ഉത്തരവാക്കുന്നത്. അപ്പൊ രജിസ്ട്രാർ അറ്റൻഡർ തസ്തികയിലേക്ക് ഇവർ അപേക്ഷ കൊടുത്തു, ഭരണസമിതി കൊടുത്തു. അയാൾ എതിർപ്പൊന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ സമ്മതമൊന്നും പറഞ്ഞിട്ടില്ല. എന്നിട്ട് രജിസ്ട്രാർ അറ്റൻഡർ തസ്തികയിലേക്ക് നിയമിക്കാൻ വേണ്ടിയിട്ട് അനുമതിയും കൊടുത്തു. അത് സംഘം ഭരണസമിതി അങ്ങനെ ഒരു തീരുമാനം എടുത്തുകൊണ്ടായിരിക്കുമല്ലോ രജിസ്ട്രാർ അങ്ങനെ കൊടുത്തിട്ടുണ്ടാവുക. അതെ. അപ്പൊ അവിടെ ഓഡിറ്റർ എന്ന നിലയിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റുമോ? നമ്മളെന്തെങ്കിലും അത് നമുക്ക് രജിസ്ട്രാർ ചോദ്യം ചെയ്യുന്ന പോലെ ആവൂലേ? നമുക്കിപ്പോ തൽക്കാലം ഓഡിറ്റർ എന്നുള്ള നിലയിൽ അയാൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ലല്ലോ. അയാൾക്ക് ഇപ്പൊ അഭിപ്രായ വ്യത്യാസമൊന്നും ഇല്ല. ഭാവിയിലുണ്ടെങ്കിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അയാള് സമ്മതം നൽകിയിട്ടില്ല, അഭിപ്രായ വ്യത്യാസം ഒന്നും പറഞ്ഞില്ല. ശരിക്കും പറഞ്ഞാൽ ക്ലർക്ക് തസ്തികയിൽ ഒഴിച്ച് മറ്റൊരു തസ്തികയിലേക്ക് നിയമനം കൊടുക്കണമെങ്കിൽ ഒന്നിക്കൽ ആ സംഘത്തിൽ ഒഴിവില്ല എന്ന് അയാൾ അറിയിക്കണം. അതായത് ചട്ടം 188A പ്രകാരം നിങ്ങൾക്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്കാണ് നിയമനം നൽകേണ്ടത്. ഇപ്പൊ നിലവിൽ ഈ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ഒഴിവില്ലാത്തതിനാൽ അറ്റൻഡർ തസ്തികയിലേക്ക് ഒഴിവുണ്ട്. ആ തസ്തികയിലേക്ക് നിങ്ങൾക്ക് നിയമനം നേടുന്നതിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷേപം സമർപ്പിക്കാറുണ്ടെങ്കിൽ അത് അങ്ങനെ അയാൾക്കൊരു കത്ത് കൊടുത്ത് അയാൾക്ക് നിന്ന് മറുപടി വാങ്ങിക്കുക. ജൂനിയർ ക്ലർക്ക് വേണ്ട, അതിന് അറ്റൻഡർ മതി എന്ന് പറഞ്ഞ് ആ തസ്തികയിലേക്ക് നിയമിക്കുക. അതായിരുന്നു അതിന്റെ പ്രോസസ്സ് എന്ന് പറയുന്നത്.
ഇനി ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് തന്നെയാണെങ്കിൽ ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് തന്നെയാണ് നിയമിക്കപ്പെടേണ്ടത് എന്ന് പറഞ്ഞ അയാൾക്ക് കത്ത് കൊടുത്ത് അയാൾ അല്പമായി പറയണം എനിക്ക് ജൂനിയർ ക്ലർക്ക് തസ്തികയിലേക്ക് വേണ്ട, എനിക്ക് അറ്റൻഡർ തസ്തിക മതി എന്ന് പറഞ്ഞാൽ അതിലൊഴിവുണ്ടെങ്കിൽ ആ തസ്തികയിലേക്ക് നിയമിക്കും. അങ്ങനെ ഒരു എന്തായി കഴിഞ്ഞാലും ശരി അതൊരു കറസ്പോണ്ടൻസ് വേണം, എഴുത്തുകുത്തുകൾ എന്തായാലും ഉണ്ടായിരിക്കണം. ആ ജീവനക്കാരന്റെ സമ്മതമില്ലാതെ ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ താഴെ തസ്തികയിലേക്ക് നിയമിക്കാൻ നമ്മൾ അനുവദിക്കപ്പെടുന്നതേ ഇല്ല. നമ്മുടെ നിയമത്തിൽ അങ്ങനെ വ്യവസ്ഥയേ ഇല്ല. ഇപ്പൊ അയാളെ നിയമിച്ചിട്ടില്ല വിചാരിക്കും. ഇപ്പൊ അപേക്ഷ കൊടുത്തതേ ഉള്ളൂ, രജിസ്ട്രാറിന്റെ ഓഫീസറുകള് രജിസ്ട്രാർ അംഗീകരിച്ചിട്ട് വന്നു. ഇവര് നിയമനം കൊടുക്കുന്ന സമയത്ത് ഇയാള് പറഞ്ഞു എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചൊറയില്ലേ, എനിക്ക് ക്ലർക്ക് തന്നെ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് SSLC വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടെങ്കിൽ അയാൾക്ക് ക്ലർക്കായിട്ട് തന്നെ നിയമിക്കണം. അല്ല അതിലുണ്ട്. അപ്പൊ പിന്നെ എന്തായാലും JDC ഇല്ലെങ്കിലും അയാൾ ക്ലർക്കായിട്ട് തന്നെ നിയമിക്കണം. ഓക്കെ, അപ്പൊ അങ്ങനെ പറഞ്ഞു കൊടുക്കാം അല്ലേ? അങ്ങനെ പറഞ്ഞു കൊടുക്കാം, പിന്നെ എന്താ സംശയം? അതുപോലെ തന്നെ സഹോദരൻ സഹോദരി എന്നത് ഈ ചിറ്റമ്മ ചിറ്റപ്പൻ മക്കള് വരില്ല. സഹോദരൻ സഹോദരി എന്ന് പറഞ്ഞാൽ നേരെ എന്താ പറയാ നേരെ സഹോദരനോ സഹോദരിയോ ആയിരിക്കണം. അതുപോലെ തന്നെ അനന്തരവൻ എന്ന് പറഞ്ഞാല് അതും നേരെ പിന്നെ അനന്തരവനോ ആയിരിക്കണം. ഇനി അഥവാ മരിച്ച അച്ഛനും അമ്മയും ഒരാൾ തന്നെ ആയിരിക്കണം നിർബന്ധമുണ്ടോ? സഹോദരൻ എന്ന് പറയുന്നത് ഏത്? അച്ഛനും അമ്മയും, അതായത് അച്ഛനാണ് മരിച്ചെങ്കിൽ ആ അച്ഛന്റെ 2 മക്കൾക്ക് അല്ല സോറി ഏട്ടൻ ഈ സഹോദരൻ എന്ന് പറയുമ്പോ അച്ഛനും അമ്മയും. അതായത് ഒറ്റൊരു കാര്യം പറയാം. ആദ്യത്തെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും വിധവക്കോ വിഭാജനമാണ്. അതൊക്കെ അവര് വേണ്ടെന്ന് പറഞ്ഞാൽ മാത്രമേ ബാക്കി ആൾക്കാരിനകത്ത് വരുന്നുള്ളൂ. അപ്പൊ രണ്ടാമത്തെ ആള് എന്ന് പറയുന്നത് മകളാണ്. അവരും വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ അതായത് വിധവയോ വിഭാജനോ അവരുടെ മക്കളോ വേണ്ട എന്ന് പറഞ്ഞാൽ മാത്രമേ സഹോദരനോ സഹോദരിയോ ഇതിന്റെ ഗണത്തിൽ വരുന്നത്. ഞാൻ പറഞ്ഞത് സഹോദരൻ എന്ന് പറയുമ്പോ നേരെ സഹോദരനായിരിക്കണം എന്ന് പറഞ്ഞു. നേരെ സഹോദരൻ. പക്ഷെ അച്ഛൻ മാത്രമാണ് ഒരാള്, അമ്മ വേറെ ആളാണ്. അത് പറ്റില്ല. അതുപോലെ തന്നെ നേരത്തെ പിന്നെ നമ്മുടെ ഇത് എന്താ പറയുന്നത് അഡോപ്റ്റഡ് ചിൽഡ്രൻ പറ്റുമായിരുന്നില്ല. ഇപ്പൊ അത് പറ്റും. മുമ്പ് ദത്തുപുത്രന്മാരും ദത്തുപുത്രികളും ഇതിനകത്ത് ഗണത്തിൽ വരുമായിരുന്നില്ല മുമ്പ്. ഇപ്പം ഈ പിന്നെ 31/12/25-24 ചട്ട ഭേദഗതി പ്രകാരം ദത്തുപുത്രനും ദത്തുപുത്രിയും ഈ ഗണത്തിൽ വരും. അതുപോലെ തന്നെ സഹോദരൻ സഹോദരി എന്നുള്ളതിൽ നേരത്തെ പറഞ്ഞ പോലെ അർദ്ധ സഹോദരനും അർദ്ധ സഹോദരിയും പെടൂല. നിങ്ങളിപ്പോ നേരത്തെ പറഞ്ഞതല്ലേ, അർദ്ധ സഹോദരനും അർദ്ധ സഹോദരിയും പെടൂല. അതുപോലെ തന്നെ ചിറ്റമ്മ ചിറ്റപ്പൻ എന്നിവരുടെ മക്കളില്ലേ, അവരും ഈ ഗണത്തിൽ പെടൂല. ഇനി മരിച്ച ജീവനക്കാരന്റെ വിവാഹിതരായ മകനോ അല്ലെങ്കിൽ മകളോ ജോലിയില്ലാത്തവരും അവരുടെ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് ജോലിയില്ലാത്തവരും മരണപ്പെട്ട ജീവനക്കാരന്റെ ആശ്രിതൻ ആണെങ്കിൽ അവർക്ക് നിയമനം കൊടുക്കാം. അതായത് പിന്നെ സാധാരണ വിവാഹിതരായ മക്കൾക്ക് ആശ്രിത നിയമനത്തിൽ ജോലി കിട്ടാൻ വ്യവസ്ഥയില്ല. അപ്പോ വിവാഹിതരായ മക്കൾക്കും എന്ത് കൊടുക്കാം? നിയമനം കൊടുക്കാം. എങ്ങനെയാണെങ്കിൽ ഈ ജീവനക്കാർ ഈ പിന്നെ ആശ്രിതര് അവരുടെ പൂർണ്ണ ആശ്രയത്വത്തിലാണ് ജീവിച്ചിരുന്നത് എന്ന് തഹസിൽദാറിൽ നിന്നുള്ള പിന്നെ ബന്ധപ്പെട്ട തഹസിൽദാറിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് കൊടുക്കാം? ഈ ജീവനക്കാർക്ക് പിന്നെ കല്യാണം കഴിച്ച മകനോ മകൾക്കോ നിയമനം കൊടുക്കാം. അതായത് ഈ ജീവനക്കാരന്റെ കല്യാണം കഴിച്ചിരുന്നെങ്കിലും ഈ മരണപ്പെട്ട ജീവനക്കാരന്റെ പൂർണ്ണ ആശ്രയത്വത്തിലാണ് ഇവർ ജീവിച്ചിരുന്നത് എന്ന് തെളിയിക്കുന്ന സാക്ഷ്യപത്രം എവിടുന്ന് ഹാജരാക്കണം? ബന്ധപ്പെട്ട തഹസിൽദാർ കൊടുത്തു കഴിഞ്ഞാൽ വേണമെങ്കിൽ അവർക്കും എന്ത് കൊടുക്കാം? നിയമനം കൊടുക്കാം. ഇതാണ് ആശ്രിത നിയമനം എന്ന് പറയുന്നത്. ഇല്ല സാർ, ഈ ആശ്രിത നിയമനം കമ്പൽസറി ആണോ? കമ്പൽസറി ആണ്. പോയിന്റ് അല്ല. ഏത്? അതായത് ഭരണസമിതിക്ക് വേണമെങ്കിൽ കൊടുക്കാം, അല്ലെങ്കിൽ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ എന്തായാലും കൊടുത്തിരിക്കണം. ഇറ്റ് ഷാൽ ബി കോമ്പറ്റന്റ് ഫോർ ദ കമ്മിറ്റി എന്നല്ല പറയുന്നത് അല്ലേ? അത് ഭരണസമിതി തീരുമാനം എടുക്കണം. അതായത് അപ്പോയിന്റിംഗ് അതോറിറ്റി ഭരണസമിതി ആയതുകൊണ്ട് മാത്രം അത് പറയില്ലേ.
അപ്പോയിന്റിംഗ് അതോറിറ്റി ഭരണസമിതി ആണല്ലോ. അതായത് ഇവർക്ക് റൈറ്റ് ഉണ്ട്, അവകാശമുണ്ട്. അത് നമുക്ക് ഒഴിവുണ്ട് ഉണ്ടായിട്ടും മാറ്റിവെക്കപ്പെടാനോ ഒന്നും പറ്റില്ല. അത് ഭരണസമിതിക്ക് അവർ അപേക്ഷ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തരാൻ പറ്റില്ല എന്ന് പറയാൻ വേണ്ടി കഴിയില്ല. അതുപോലെ തന്നെ അടുത്ത ചട്ടം 188 കഴിഞ്ഞ് അടുത്ത ചട്ടമാണ് ചട്ടം 189 എന്ന് പറയുന്നത്. അതായത് എല്ലാ വിഭാഗം ജീവനക്കാർക്ക് അപ്പൻഡിക്സ് 3 പ്രകാരം സർക്കാർ എന്ത് ചെയ്തിട്ടുണ്ട്? ശമ്പള സ്കെയിലുകൾ അനുവദിക്കപ്പെട്ടു കൊടുത്തിട്ടുണ്ട്. സഹകരണ സംഘങ്ങളിലെ എല്ലാ ജീവനക്കാർക്കും സർക്കാർ ജീവനക്കാർക്ക് അനുവദിക്കുന്ന നിരക്ക് ക്ഷാമബത്തയ്ക്കും അർഹതയുണ്ട്. അതായത് സർക്കാർ എന്ത് പ്രഖ്യാപിക്കണം, പ്രഖ്യാപിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടുള്ളൂ? ക്ഷാമബത്ത സഹകരണ സംഘം ജീവനക്കാർക്കും ക്ഷാമബത്ത കിട്ടുകയുള്ളൂ. അതുപോലെ തന്നെ വികലാംഗരായ സർക്കാർ ജീവനക്കാർക്ക് അതത് കാലം നൽകുന്ന നിരക്കുകൾക്കും വ്യവസ്ഥകൾക്കും വിധേയമായി വികലാംഗരായ സംഘം ജീവനക്കാർക്കും വാഹനബത്ത, അതായത് കൺവെയൻസ് അലവൻസിന് അർഹതയുണ്ട്. വികലാംഗരായ ജീവനക്കാർക്ക് സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്നത് പോലെ തന്നെ കൺവെയൻസ് അലവൻസിന് അർഹതയുണ്ട്. അതായത് വികലാംഗരായ ജീവനക്കാർക്ക് പ്രതിമാസം കൺവെയൻസ് അലവൻസ് കൊടുക്കണം. ഇപ്പൊ റേറ്റ് 1100 രൂപയാണ്. 40% കൂടുതൽ ഓർത്തോപീഡിക് ആണെങ്കിൽ 40% കൂടുതൽ വികലാംഗരായിരിക്കണം. അതുപോലെ 40%-മോ അതിന് മുകളിലോട്ടല്ലോ സർ? 40%-മോ അതിൽ കൂടുതലോ. അതുപോലെ ഏത് അല്ല സാർ, അത് നിർബന്ധമാണ്. കൺവെൻസ് നിർബന്ധമാണ്. അവർ അപേക്ഷിക്കണം. അതായത് വികലാംഗ സർട്ടിഫിക്കറ്റ് ഇവർ കളക്ട് ചെയ്ത് ജീവനക്കാരെ ബന്ധപ്പെട്ട ഡോക്ടറിൽ നിന്നും സർട്ടിഫിക്കറ്റ് വാങ്ങി 40% കൂടുതൽ ഉണ്ട് എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഹാജരാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺവെയൻസ് അലവൻസ് കൊടുക്കണം. അങ്ങനെ കൺവെയൻസ് അലവൻസ് ലഭിക്കുന്ന ജീവനക്കാർക്ക് 1 വർഷം 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവിന് അർഹതയുണ്ട്. കൺവെയൻസ് അലവൻസ് കിട്ടുന്ന ജീവനക്കാർക്ക് മാത്രമേ എന്ത് കിട്ടുള്ളൂ? 15 ദിവസത്തെ ലീവിന് അർഹതയുള്ളൂ. സാർ, അത് കൺവെൻസിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അപേക്ഷ കൊടുക്കണം സെക്രട്ടറിക്ക് അപേക്ഷ കൊടുക്കണം. നിങ്ങൾക്ക് അത് അർഹതയുണ്ടോ ഇല്ലയോ സെക്രട്ടറിക്ക് അറിയില്ലല്ലോ. നിങ്ങളിനി ഇപ്പൊ ഒരു ജീവനക്കാർ, നിങ്ങളുടെ ബാങ്ക് സ്ഥാപനത്തിലെ ജീവനക്കാരൻ 40% കൂടുതൽ ഓർത്തോ എന്തെങ്കിലും തരത്തിലുള്ള വികലാംഗ ഭിന്നശേഷി അതിൽ പെടുന്ന ആളാണ് എന്ന് സംഘ സെക്രട്ടറിക്ക് അറിയില്ലല്ലോ. അപ്പൊ അവരെന്ത് വേണം? അത് കൺസേൺ ഡോക്ടറെ കണ്ടെത്തി മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണം. ഒരു മെഡിക്കൽ ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റിന്റെ കോപ്പി വെച്ച് സംഘം സെക്രട്ടറിക്ക് അപേക്ഷ കൊടുത്ത് സംഘം ഭരണസമിതി അത് പാസ്സാക്കി 1100 രൂപ കൺവെയൻസ് അലവൻസ് കിട്ടണം. അങ്ങനെ 1100 രൂപ കൺവെയൻസ് അലവൻസ് കിട്ടുന്ന ജീവനക്കാർക്ക് 1 വർഷം 15 ദിവസത്തെ സ്പെഷ്യൽ കാഷ്വൽ ലീവിന് അർഹതയുണ്ടായിരിക്കും. സാർ, ഒരു ഡൗട്ട് കൂടെ. അതായത് ജൂനിയർ ക്ലർക്ക് തസ്തികയിൽ ഭിന്നശേഷി വിഭാഗത്തിൽ ജോലിയിൽ കയറിയ ഒരാൾക്ക് ഈ കൺവെയൻസ് അലവൻസിന് വീണ്ടും അപേക്ഷ കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടോ സാർ? വീണ്ടും അപേക്ഷ കൊടുക്കണം. അപ്പൊ നമ്മള് സർവീസ് കൂടിയാലും ഈ അപേക്ഷ കൊടുത്താൽ നമുക്ക് കൺവെയൻസ് അലവൻസ് കിട്ടും അല്ലേ സാർ? കിട്ടും. ഓക്കെ. അതിന് സ്പെഷ്യൽ ഓർഡറോ മറ്റോ ഉണ്ടോ സാറേ? ഏതിന്? ഈ കൺവെയൻസ് അലവൻസിന് ഓർഡറോ? ഒരുപാട് ഓർഡറുകളുണ്ട്. ഒരു 4-5 ഓർഡർ ഉത്തരവുകളുണ്ട്. അതിന്റെ നമ്പരോ മറ്റോ ഉണ്ടോ സാർ? ഞാൻ എന്റെ നമ്പറിലേക്ക് ഒരു ഹായ് അയച്ചാൽ ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. തീർച്ചയായിട്ടും സാറേ. ഞാൻ 1980, 1984, 85 അങ്ങനെ 3 സർക്കാർ ഉത്തരവ് നമ്പർ വേണമെങ്കിൽ ഞാനിപ്പോ പറഞ്ഞു തരാം. അത് നമുക്ക് അയച്ചത് ഞാൻ ഉത്തരവ് ക്ലാസ് കഴിഞ്ഞിട്ട് മതിയാവും സാർ. ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്റെ നമ്പറിലേക്ക് ഒന്ന് അയച്ചു കഴിഞ്ഞാൽ ഞാൻ ആ ഉത്തരവ് അങ്ങനെ തന്നെ അയച്ചുതരാം. അപ്പൊ കൺവെയൻസ് അലവൻസ് കിട്ടുന്ന ജീവനക്കാർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവ് കിട്ടും. കൺവെയൻസ് അലവൻസ് വാങ്ങിക്കാത്ത ജീവനക്കാർക്ക് സ്പെഷ്യൽ കാഷ്വൽ ലീവിൽ അർഹതയില്ല, കിട്ടുകയില്ല. അതാണ് ചട്ടം 190, 189 എന്ന് പറയുന്നത്. അവരുടെ ചട്ടം 190 അപ്പൊ ചട്ടം 190ന്റെ 8 എന്ന് പറയുന്ന ഭാഗം നമ്മളെ ലീവ് റൂളുകളാണ്. ആ ലീവ് റൂളുകൾ കംപ്ലീറ്റ് നമ്മൾ ക്ലാസ് എടുത്തു കഴിഞ്ഞു. ഇനി അതിന്റെ മറ്റൊരു വിഭാഗത്തിൽ ഈ എന്താ പറയാ 190ന്റെ ഒരു സംഗതിയാണ് പറയുന്നത്. ലീവിന്റെ കൂട്ടത്തിൽ പറയുന്ന ഒരു സംഗതിയാണ് ലീവ് ഷാൽ ഓർഡിനറി ബി ഗ്രാന്റഡ് ഓൺ പ്രീവിയസ് റിട്ടൺ അപ്ലിക്കേഷൻ ഓൺലി. ആബ്സെൻസ് വിത്തൗട്ട്
leave whether in continuance of sanction of leave or otherwise shall be treated as leave without pay. അതായത് നമ്മള് പിന്നെ ലീവ് എന്ന് പറഞ്ഞ മുൻകൂട്ടി അനുമതിയോടും കൂടി എടുക്കേണ്ട ഒരു സംഗതിയാണ് ലീവ്. ഇനി അങ്ങനെ ആബ്സെന്റ് ആവുന്ന സാഹചര്യത്തിൽ ആ ദിവസം അവിടെ പിന്നെ ആ ദിവസത്തെ ശമ്പളം അയാൾക്ക് കൊടുക്കാതിരിക്കുകയും അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം എന്നാണ് ചട്ടം 193 പറയുന്നത്. ഇനി അടുത്ത ചട്ടം 194 പറയുന്നത്, നിങ്ങളൊക്കെ ചിലപ്പോൾ കീ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരായിരിക്കും. ജീവനക്കാരിൽ ചിലപ്പോൾ കീ ഹോൾഡർമാരുണ്ടാവും. അങ്ങനെ കീ ഹോൾഡർമാരായ ജീവനക്കാര് അവർ ലീവ് ദിവസമായാൽ പോലും ആസ്ഥാനം വിട്ട് പുറത്തു പോകുന്നതിന് മുൻകൂർ അനുമതി വാങ്ങണം. കീ ഹോൾഡ് ചെയ്യുന്ന ജീവനക്കാർ പിന്നെ അവധി ദിവസമായാൽ പോലും നമ്മുടെ പിന്നെ സ്ഥാപനത്തിന്റെ പ്രവർത്തന പരിധിക്ക് പുറത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഹെഡ്ക്വാർട്ടറിന് വെളിയിലേക്ക് യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ലീവ് പിന്നെ ഈ കാര്യം പിന്നെ പറഞ്ഞ് അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ, ആസ്ഥാനം വിട്ട് പുറത്തു പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പ്രമാണങ്ങളിൽ ഒപ്പുവെക്കുന്ന, അതായത് ചീഫ് എക്സിക്യൂട്ടീവുമാർ പ്രമാണങ്ങളിൽ ഒപ്പുവെക്കുന്ന ആൾക്കാർ, കേസ് കൊടുക്കുന്ന ആൾക്കാർ, കേസ് നടത്തുന്ന ആൾക്കാർ, കേസ് അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാർ, ഈ ഇതിൽ പെടുന്ന ജീവനക്കാരും അവധി ദിവസമായാൽ പോലും സ്ഥാപനത്തിന്റെ ഹെഡ്ക്വാർട്ടറിൽ പുറത്തു വിടുമ്പോ പിന്നെ ആ കൺസേൺഡ് ഓഫീസിൽ നിന്നും അനുമതി വാങ്ങിച്ചതിന് ശേഷം മാത്രമേ പുറത്തു പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. അതാണ് ചട്ടം 193 4 ഒക്കെ പറയുന്നത്. അടുത്താണ് ചട്ടം 191 എന്ന് പറയുന്നത് ചികിത്സാ ഭത്ത. അതായത് നിങ്ങളൊക്കെ ഇപ്പം സഹകരണ സംഘത്തിലെ എല്ലാ ജീവനക്കാർക്കും സർക്കാർ അതത് കാലത്ത് നിശ്ചയിക്കുന്ന നിരക്കിൽ മെഡിക്കൽ അലവൻസ് നടക്കുകയുണ്ട്. ഇപ്പൊ 4000 രൂപയാണ് മെഡിക്കൽ അലവൻസ് എല്ലാ ജീവനക്കാർക്കും കൊടുക്കുന്നത്. എന്നാൽ എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് പദ്ധതിയുടെ കീഴിൽ വരുന്ന സംഘങ്ങളിലെ ജീവനക്കാർക്ക് ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ടായിരിക്കും. അതായത് ESI ആനുകൂല്യം കൈപ്പറ്റുന്ന ജീവനക്കാർക്ക് എന്തിന് അർഹത ഉണ്ടാവില്ല, മെഡിക്കൽ അലവൻസ് കിട്ടാൻ അർഹത ഉണ്ടായിരിക്കില്ല. അടുത്താണ് ചട്ടം 192 എന്ന് പറയുന്നത്, രജിസ്ട്രാർ കാലാകാലങ്ങളിൽ നിശ്ചയിക്കുന്ന രീതിയിൽ എന്ത് വേണം, പിന്നെ സെക്യൂരിറ്റി വാങ്ങിക്കണം എന്നാണ് ചട്ടം 192 പറയുന്നത്. അടുത്ത ചട്ടം 193 ഏതൊരു ജീവനക്കാരനും കമ്മിറ്റി അനുവദിക്കുമ്പോൾ അല്ലാതെ അയാളുടെ കൃത്യനിർവഹണത്തിനിടയിൽ ഔദ്യോഗികമായോ മറ്റു തരത്തിലോ തങ്ങളുടെ കൈവശം വന്നു ചേർന്നിട്ടുള്ള ഏതെങ്കിലും ഔദ്യോഗിക രേഖകളോ അറിവുകളോ നേരിട്ടോ അല്ലാതെയോ കൈമാറുന്നതിനോ അല്ലെങ്കിൽ കൃത്യനിർവഹണത്തിനിടയിൽ ഔദ്യോഗിക വഴികളിലൂടെയോ മറ്റു വിധത്തിലുള്ളയോ ലഭിച്ചിട്ടുള്ളതോ തയ്യാറാക്കിയതോ ആയ കാര്യങ്ങൾ മറ്റേതെങ്കിലും വ്യക്തിക്കോ അതുപോലെ തന്നെ പത്രമാധ്യമങ്ങളിലോ കൈമാറാൻ വേണ്ടി പാടില്ല. അതായത് സംഘവുമായി ബന്ധപ്പെട്ട ഒരു വിവരവും സംഘത്തിന് പുറത്ത്, സംഘത്തിന് വെളിയിലേക്ക് ഏതൊരു ജീവനക്കാരനും അതുപോലെ തന്നെ പത്രമാധ്യമങ്ങൾക്കും സ്ഥാപനങ്ങൾക്കോ ഒന്നും കൈമാറാൻ വേണ്ടി പാടില്ല എന്നാണ് പറയുന്നത്. സംഘവുമായി ബന്ധപ്പെട്ട വിവരം, സംഘവുമായി ബന്ധപ്പെട്ട രേഖകൾ, സംഘവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്നും തന്നെ സംഘത്തിന് വെളിയിലുള്ള ഒരാളുമായി ഡിസ്കസ് ചെയ്യുന്നതിനോ പ്രസിദ്ധപ്പെടുത്തുന്നതിന് വേണ്ടി മറ്റാർക്കോ കൈമാറാനോ ഒന്നും പാടില്ല എന്നാണ് ചട്ടം 193 പറയുന്നത്. അതുപോലെ തന്നെ ചട്ടം 194 എന്ന് പറയുന്നത് പണസംബന്ധമായ നിരോധന. ഏതൊരു ജീവനക്കാരനും അയാളുടെ ഔദ്യോഗിക കൃത്യനിർവഹണവുമായി ബന്ധപ്പെട്ട വ്യക്തികളുമായോ സ്ഥാപനങ്ങളുമായോ പണം സംബന്ധമായ ഇടപാടുകൾ നടത്തുന്നതിനോ അവരിൽ നിന്ന് തനിക്കോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലുമോ വേണ്ടി നേരിട്ടോ പരോക്ഷമായോ സമ്മാനങ്ങൾ സ്വീകരിക്കുന്നതോ സമ്മാനങ്ങൾ കൊടുക്കാനോ ഒന്നും പാടില്ല എന്ന് പറയാം. ഇത് നേരെ മറിച്ച് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇൻഷുറൻസ് പോളിസി ഒക്കെ വെച്ച് നമുക്ക് സ്ഥാപനത്തിൽ നിന്നും വായ്പ എടുക്കാൻ അധികാരമുണ്ട്. അതുപോലെ തന്നെ കരാറുകളിൽ ഏർപ്പെടാൻ വേണ്ടി പറ്റില്ല. ജീവനക്കാരുടെ വ്യക്തിപരമായ കരാറുകളിലൊന്നും ഏർപ്പെടാൻ വേണ്ടി പറ്റില്ല. സംഘവുമായി ഒരു തരത്തിലുള്ള കരാറുകളും സ്വീകരിക്കാൻ സംഘം ജീവനക്കാരന് അർഹതയില്ല. അതുപോലെ തന്നെ സംഘത്തിന്റെ സ്വത്തുക്കൾ വാങ്ങുന്നതിനോ സംഘത്തിന് എന്റെ സ്വത്തുക്കൾ വിൽപ്പന നടത്തുന്നതിനോ ഒരു ജീവനക്കാരനും അധികാരമുണ്ടായിരിക്കുന്നില്ല. ജീവനക്കാരന് ഭവന നിർമ്മാണ ആവശ്യത്തിനോ വാഹന ആവശ്യത്തിനോ വേണമെങ്കിൽ സംഘത്തിൽ നിന്ന് വായ്പ എടുക്കാം എന്നല്ലാതെ മറ്റ് യാതൊരു തരത്തിലുള്ള വായ്പ ആവശ്യങ്ങളും ബാങ്കിൽ നിന്ന് നിർവഹിക്കപ്പെടാൻ വേണ്ടി പാടില്ല. അടുത്ത ചട്ടം 196 പ്രകാരം ഏതൊരു സംഘവും അതിന്റെ ജീവനക്കാരുടെ ഉത്തരവാദിത്തങ്ങൾ, ചുമതലകൾ, കർത്തവ്യങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഉപനിബന്ധനകൾ തയ്യാറാക്കി ഭരണസംഘം രജിസ്ട്രാറിൽ നിന്നും അനുമതി വാങ്ങേണ്ടതാണ്. അടുത്താണ് ചട്ടം 197 എന്ന് പറഞ്ഞാൽ ഓരോ സംഘവും രജിസ്ട്രാർ നിശ്ചയിക്കുന്ന മാതൃകയിൽ ജീവനക്കാരന്റെയും ജനനത്തീയതി, വിദ്യാഭ്യാസ യോഗ്യതകൾ, നിയമന രീതി തുടങ്ങിയവ കാണിക്കുന്ന ഒരു സേവന പുസ്തകം സൂക്ഷിക്കേണ്ടതാണ്.
പുസ്തകത്തിലെ രേഖപ്പെടുത്തലുകൾ മുഖ്യ കാര്യദർശി സാക്ഷ്യപ്പെടുത്തേണ്ടതും മുഖ്യ കാര്യദർശിയുടെ കാര്യത്തിൽ പ്രസ്തുത പുസ്തകം പ്രസിഡന്റ് അല്ലെങ്കിൽ ചെയർമാൻ സാക്ഷ്യപ്പെടുത്തി അദ്ദേഹത്തിന്റെ അധീനതയിൽ സൂക്ഷിക്കേണ്ടതുമാണ്. ജനനത്തീയതി എന്ന് പറഞ്ഞ സ്കൂളിലെ അഡ്മിഷൻ രജിസ്റ്റർ, SSLC ബുക്ക് എന്നിവയെ അടിസ്ഥാനപ്പെടുത്തി സൂക്ഷിക്കേണ്ടതും സാക്ഷ്യപ്പെടുത്തേണ്ടതുമാണ്. അതുപോലെ തന്നെ ചട്ടം 199 എന്ന് പറയുന്നത് ക്ഷാമബത്ത ഒഴികെയുള്ള യാത്രാബത്തയും മറ്റ് ബത്തകളുടെയും കാര്യത്തിൽ ജീവനക്കാർക്ക് കേരള സർവീസ് റൂൾ പ്രകാരമുള്ള വ്യവസ്ഥകൾ ബാധകമായിരിക്കും. അതായത് ചട്ടം 199 പ്രകാരം ജീവനക്കാർക്ക് എന്തിന് അർഹതയുണ്ട്? കേരള സർവീസ് റൂൾ വ്യവസ്ഥകൾക്ക് വിധേയമായി സർക്കാർ ജീവനക്കാർക്ക് കൊടുക്കുന്ന അതേ മാതൃകയിൽ ട്രാവലിംഗ് അലവൻസിനും അർഹതയുണ്ടായിരിക്കും. ഇത്രയും കാര്യങ്ങളാണ് സഹകരണ സംഘം ജീവനക്കാരുടെ സേവന വ്യവസ്ഥയിൽ ഇനി അവശേഷിക്കുന്നതായിട്ടുണ്ടായിരുന്നത്. അതായത് നേരത്തെ നമ്മൾ ചട്ടം 190 പ്രകാരമുള്ള അവധികളെ കുറിച്ച് മുഴുവൻ പറഞ്ഞു. ചട്ടം 198 പ്രകാരമുള്ള ശിക്ഷാ നടപടികളെ കുറിച്ച് പറഞ്ഞു. അതുപോലെ തന്നെ ജീവനക്കാരുടെ വിവിധ ശമ്പള ഫിക്സേഷനുകളെ കുറിച്ച് പറഞ്ഞു. ഇനി അവശേഷിക്കുന്ന ചട്ടങ്ങളായ ചട്ടം 182 മുതൽ 201 വരെയുള്ള 200 വരെയുള്ള ചട്ടങ്ങളിലുള്ള അവശേഷിക്കുന്ന ചട്ടങ്ങളാണ് ഞാനിവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും തരത്തിലുള്ള സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. നമുക്ക് ആ ഡിസ്കഷനും കൂടി കഴിഞ്ഞ് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാവുന്നതാണ്. സാർ ഒരു സംശയം സാറേ, നമ്മളിപ്പോ ഈ 1:4 പറഞ്ഞല്ലോ ക്ലറിക്കൽ തസ്തികയില്ലേ? അതെ. അതിൽ ഇപ്പൊ നമ്മള് ആദ്യം കൊടുക്കുക പ്രൊമോഷൻ കൊടുക്കാൻ ക്വാളിഫൈഡ് ആൾക്കാർ ട്രെയിനിങ് കഴിഞ്ഞിട്ട് സബ് സ്റ്റാഫ് ഇല്ലായിരിക്കാം. അപ്പൊ നമ്മള് 4 പേരെ ഡയറക്റ്റ് നിയമിച്ചു, പിന്നീടും ആളില്ല, പിന്നീട് 4 പേരെ നേരിട്ട് നിയമിച്ചു, പിന്നെ നമുക്ക് 2 പേര് ട്രെയിനിങ് പോയി ഒരുമിച്ച് വരുന്നു. അങ്ങനെ വരുമ്പോ കോമ്പൻസേറ്റ് ചെയ്തിട്ട് 2 പേർക്ക് ഒരുമിച്ച് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാം അല്ലേ? കൊടുക്കാം. അതായത് കാര്യം ഇത് എല്ലാ സ്ഥലത്തും ഇപ്പൊ കോമ്പൻസേറ്റ് ചെയ്യുക എന്നുള്ള ഒരു സംഗതി PSC പോലും ചെയ്യുന്ന ഒരു സംഗതിയാണ്. അതായത് ഉദാഹരണത്തിന് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ സഹകരണ സംഘം ഇൻസ്പെക്ടർമാരുടെ വേക്കൻസിയിൽ നമുക്ക് ജനറൽ പബ്ലിക്കിന് ഇത്ര ശതമാനം, അതുപോലെ തന്നെ വില്ലേജ് എക്സ്റ്റൻഷൻ ഓഫീസർമാരുടെ ഇത്ര ശതമാനം, നമ്മുടെ ഡിപ്പാർട്ട്മെന്റിലെ തന്നെ ക്ലറിക്കൽ തസ്തികയിൽ ഇത്ര ശതമാനം എന്ന് പറഞ്ഞ അങ്ങനെ റേഷ്യോ ആയിട്ടാണ് നമുക്ക് നിയമനം നൽകുന്നത്. പക്ഷെ ചില കേസിൽ ചില സമയത്ത് PSC ലിസ്റ്റിൽ നിന്ന് മാത്രം കൂടുതൽ പേരെ നിയമിക്കും. അതായത് ചിലപ്പോൾ കൃത്യം എണ്ണം VOമാര് വരുന്നില്ല എന്ന് വിചാരിച്ചാൽ, അതുപോലെ തന്നെ ക്ലറിക്കൽ തസ്തികയിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ജീവനക്കാരന് ക്ലറിക്കൽ തസ്തികയിൽ നിന്ന് ജീവനക്കാരെ നിയമിക്കാനുള്ള സാഹചര്യം ഇല്ലാതെ വരുമ്പോൾ പൊതുജനങ്ങളിൽ എടുക്കാറുണ്ട്. പിന്നീട് അത് കൂടുതൽ വരുമ്പോൾ എന്ത് ചെയ്യും? ഈ PSC ലിസ്റ്റിൽ നിന്ന് അവർക്ക് അർഹതപ്പെട്ട സാധനം പിന്നീട് കോമ്പൻസേറ്റ് ചെയ്യാറുണ്ട്. അതുപോലെ നമുക്ക് കോമ്പൻസേറ്റ് ചെയ്ത് വാങ്ങിക്കാം, മറ്റൊന്നും തകരാറൊന്നുമില്ല. സാറേ ഒരു ദൃശ്യം കൂടി. സാറേ നമുക്കിപ്പോ ഫീഡർ കാറ്റഗറിയിൽ ഓൾറെഡി ഒരു ഫീഡർ കാറ്റഗറി ഉണ്ട്. അതിനുശേഷം നമുക്ക് പുതുതായിട്ട് ഡ്രൈവർ പോസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് കിട്ടി. അപ്പൊ ഡ്രൈവർ ഒരു ആളെ SLCയിൽ ഒരാൾ നിയമിച്ചു. അയാള് അതിന്റെ ഇടയിൽ ട്രെയിനിങ്ങിന് പോയി. JDC ട്രെയിനിങ് കഴിഞ്ഞ് 3 വർഷമായി. പക്ഷെ ഫീഡർ കാറ്റഗറിയിൽ ഡ്രൈവർ തസ്തികർക്കും അതിന്റെ ഫീഡറും കിട്ടില്ല. അങ്ങനെ വരുമ്പോൾ അവർക്ക് ഫീഡർ കാറ്റഗറി പ്രൊമോഷൻ കൊടുക്കാൻ പറ്റുമോ? പറ്റൂല. കാരണം നമ്മുടെ ചട്ടം 185 പറഞ്ഞത് ഏതൊരു ജീവനക്കാരനും ഉദ്യോഗക്കയറ്റം കൊടുക്കണമെങ്കിൽ ഫീഡർ കാറ്റഗറി റൂളിലെ വ്യവസ്ഥകളുടെയും സീനിയോറിറ്റി ലിസ്റ്റിലെ സീനിയോറിറ്റിന്റെയും അടിസ്ഥാനത്തിൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ യോഗ്യതയുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ നിയമനം കൊടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഡ്രൈവർ തസ്തികയെ ഫീഡർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി അപേക്ഷ സമർപ്പിക്കുക, എന്നിട്ട് അപേക്ഷ കിട്ടുക എന്നുള്ളതാണ്. സാർ ഒരു സംശയം കൂടി. സാറേ നമ്മൾ ഈ ഇപ്പൊ അസിസ്റ്റന്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടന്റിന് പുതിയ റേഷ്യോ വന്നല്ലോ, 20 കോടിക്ക് മുകളിൽ 1:3. എല്ലാ സഹകരണ ബാധകമാണോ? അല്ല, ഇല്ല, അത് നിക്ഷേപം സ്വീകരിക്കുന്ന സംഘങ്ങൾക്ക് മാത്രമേ ബാധകൂ. നിക്ഷേപം സ്വീകരിക്കുന്ന സംഘങ്ങൾക്ക് മാത്രം. അല്ല, പക്ഷെ നിയമത്തിൽ സാറ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്നാണ് പറയുന്നത്. അപ്പൊ അതെ, പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ്സ് എന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്ന സംഘങ്ങൾ അതിന്റെ പരിധിയിൽ വരുള്ളൂ. അതായത് ഒരു സംശയം എന്ന് പറഞ്ഞാൽ ഒരു TCRDBയില് TCRDBയിലെ അസിസ്റ്റന്റ് സെക്രട്ടറിക്ക് എന്താ പറയുക ക്വാളിഫയിങ് എക്സാം പാസ്സായിട്ടില്ല എന്ന് പറഞ്ഞ്
പിന്നെ ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പൊ അയാൾ എന്നെ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാരണവശാലും നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം നിങ്ങൾ ആക്സെപ്റ്റിംഗ് ഡെപ്പോസിറ്റ് അല്ല, നിങ്ങൾ സ്വന്തം നിലക്ക് ഡെപ്പോസിറ്റ് വാങ്ങിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം 20 കോടിയോ അല്ലെങ്കിൽ 20 to 100 100ന് മുകളിലോ എന്നൊരു അവസ്ഥ നിങ്ങൾ വരുന്നില്ല. ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് പാലിക്കപ്പെടേണ്ടതില്ല എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. സാറേ ഒരു സംശയം, ഡ്രൈവർ ഫീഡർ കാറ്റഗറിയിൽ ഉൾപ്പെടുത്താൻ എന്തെല്ലാം ഡോക്യുമെന്റ് സാറേ കൊടുക്കണ്ടേ? നിങ്ങൾക്ക് ഡ്രൈവറെ തസ്തിക അനുവദിച്ച് ചെന്നപ്പോ ഇതേ ആവശ്യമുള്ളൂ. അത് മാത്രം മതിയോ സാറേ? പിന്നെ ഭരണസമിതി തീരുമാനം ഏതൊരു നിങ്ങൾക്ക് നിലവിൽ ഫീഡർ കാറ്റഗറി സബ്റൂൾ ഉണ്ടാവില്ലേ? ആ സബ്റൂളിൽ ഈ ഡ്രൈവറെ കൂടി ഉൾപ്പെടുത്തിയിട്ട് അടുത്തൊരു ഭരണസമിതി തീരുമാനത്തിൽ ജോയിന്റ് കൊടുക്കുക, റെസൊല്യൂഷൻ വെച്ചിട്ട് കൊടുക്കുക. ഓക്കെ. അപ്പൊ ആർക്കും സംശയമൊന്നും ഇല്ലാന്നാ തോന്നുന്നു. അപ്പൊ നമുക്ക് അവസാനിപ്പിക്കാം. സാറേ ഒരു മിനിറ്റ്. ഹലോ സാറേ, ഫീഡർ കാറ്റഗറിയിൽ ഇപ്പൊ നമ്മള് തസ്തിക അനുവദിച്ച് കിട്ടി, അത് കഴിഞ്ഞ് പ്രൊമോഷൻ കൊടുക്കാമോ? അത് കഴിഞ്ഞ് ഫീഡർ കാറ്റഗറിയിൽ ആ സബ്റൂൾ പിന്നീട് കൊണ്ടുവന്നാൽ മതിയോ? പോരാ. ഫീഡർ കാറ്റഗറിയിൽ സബ്റൂൾ കിട്ടിയിട്ട് വേണം അല്ലേ? വേണം. ഓക്കെ. ഈ സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററുടെ സാറേ ആർക്കിടെൻസിലെല്ലാം എഴുതുമ്പോ സ്ഥാനം അക്കൗണ്ടന്റിന്റെ മുകളിലാണ്. അക്കൗണ്ടന്റിന് സമാനമായ തസ്തിക. അതെ സാറേ, എന്ന് മുതൽ നിയമിതനായ ആൾക്കാണ് ഈ പോലീസ് വെരിഫിക്കേഷൻ വേണ്ടേ? പിന്നെ പോലീസ് വെരിഫിക്കേഷൻ വേണ്ടത് അതായത് 2021 ഉണ്ട് ഉത്തരവ്. ഉത്തരവ് വന്നേക്കുന്നത് 30/9/2021. അപ്പൊ ഈ 2021 മുതൽ തന്നെ അത് പ്രാബല്യമുണ്ട്. താങ്ക് യു. ഹലോ സാർ, ഒരു സംശയം. നമുക്ക് ഈ രജിസ്ട്രാറിന്റെ ഒരു ഉത്തരവ്, എനിക്ക് നമ്പർ ഓർക്കുന്നില്ല, 12/2022 എന്തോ ആണ് തോന്നുന്നു. KCS ആക്ടിന് വിരുദ്ധമായിട്ട് ചെയ്തിട്ടുള്ള എല്ലാ സബ് റൂൾ അമെന്റ്മെന്റ്സും അത് ആസ് പെർ റൂൾ ആക്കണം എന്ന് പറഞ്ഞിട്ട് രജിസ്ട്രാറിന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു. അത് കൂടുതലും JR-മാർക്ക് വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ AR-മാർക്ക് വേണ്ടിയിട്ടായിരുന്നു. പക്ഷെ അത് അനുസരിച്ചല്ലാത്ത ഇഷ്ടംപോലെ സബ് റൂൾസ് ഉണ്ട് നമ്മുടെ ബാങ്കുകളിലൊക്കെ. അതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും നിയമപരമായിട്ട്? വെച്ചാൽ JR-ന് ഉത്തരവ് ഇട്ടിട്ടുണ്ടെങ്കിലും ഇതുവരെ അതിനകത്തൊരു നടപടി എടുക്കാത്ത കേസുകൾ. എങ്ങനെ? എനിക്ക് മനസ്സിലായിട്ടില്ല പറഞ്ഞത്. ഇപ്പൊ ഞാൻ എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ബാങ്കുകളിലൊക്കെ ഇപ്പൊ പ്യൂൺ പോസ്റ്റിൽ നിന്ന് ക്ലർക്കായിട്ട് വരാനായിട്ട് 3 വർഷത്തെ മിനിമം ക്വാളിഫിക്കേഷൻ വേണം, മിനിമം എക്സ്പീരിയൻസ് വേണം. ഓക്കെ, ഞങ്ങളുടെ ബാങ്കിൽ അത് 5 വർഷമാക്കി. മാനേജർ പോസ്റ്റിൽ നിന്ന് അസിസ്റ്റന്റ് സെക്രട്ടറി പോസ്റ്റിലേക്ക് ഏതൊരാൾക്കും ഡിഗ്രി ഉള്ള ഒരാൾക്ക് അപ്ലൈ ചെയ്യാന്നുള്ളത് ഞങ്ങളുടെ ബാങ്കിൽ MBA കൂട്ടിച്ചേർത്തു. ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ളതെല്ലാം ചട്ടത്തിൽ പറയാത്ത കാര്യമല്ലേ ഇത്? അതെ ആണ്. പക്ഷെ അത് JR തന്നെ മാറ്റം വരുത്താൻ വേണ്ടി കൊടുക്കണം. ആയിക്കോട്ടെ, JR അത് പാസ്സാക്കി കഴിഞ്ഞാൽ അഥവാ അത് അത്രയും പെട്ടെന്ന് തിരുത്താൻ വേണ്ടി കൊടുക്കും. അതിനെങ്ങനെയാണ് നമുക്ക് പോകാൻ പറ്റുക? കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഒരു ഇതുമായി ബന്ധപ്പെട്ട ഒരു കേസ് ഹൈക്കോടതിയിൽ നിലവിലുണ്ട്. അല്ല, നിങ്ങളെ ഇപ്പൊ എന്ത് ചെയ്യാൻ ഈ സബ് റൂളുകളെ ഭേദഗതിപ്പെടുത്തിയിട്ട് പുതിയ സബ് റൂൾ അപേക്ഷ കൊടുക്കും. ഓക്കെ, അല്ല അത് ബാങ്കല്ലേ കൊടുക്കേണ്ടി വരും, ബോർഡല്ലേ കൊടുക്കേണ്ടി വരും? ബാങ്ക് ഭരണസമിതിയെ കൊടുക്കുന്നത്. പക്ഷെ ഭരണസമിതി അതിൽ ഉറച്ചു നിൽക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇല്ല, അതായത് എന്താ ഇതിന്റെ പ്രശ്നം എന്നറിയാമോ? അതായത് സബ് സ്റ്റാഫ് വിഭാഗത്തിൽ നിന്നും ക്ലറിക്ക് തസ്തികയിലേക്ക് നിയമനം നൽകുന്നതിന് മിനിമം 3 വർഷമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അതിൽ കൂടുതൽ 5 വർഷം എന്ന് ഉപനിയമത്തിൽ കൊണ്ടുവന്നാൽ നമുക്കൊന്നും ചെയ്യാൻ വേണ്ടി പറ്റില്ല. ജോയിന്റ് രജിസ്ട്രാറെ സംബന്ധിച്ചിടത്തോളം അത് രജിസ്റ്റർ ചെയ്യുക എന്ന് മാത്രമേ പറ്റൂ. അപ്പൊ അത് ജോയിന്റ് രജിസ്ട്രാർ അധികാരമാണ്, അത് ഭരണസമിതിയെ തീരുമാനിക്കുന്നത്. 2 വർഷത്തിൽ കുറവ്, ഇനിയിപ്പോ 3 വർഷത്തിൽ കുറവ്, 2 വർഷമുള്ളവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ജോയിന്റ് രജിസ്ട്രാർ അംഗീകരിച്ചു തരൂല. അത് കുറഞ്ഞ വേണം എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നമ്മുടെ ബൈലോയിൽ പറഞ്ഞ 5 വർഷം വേണം എന്ന് പറഞ്ഞാൽ ചിലപ്പോ ഭരണസമിതി പറയുന്നത് നിലനിൽക്കുക.
ഓക്കെ 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 തന്നെ അത് മാറ്റം വരുത്തണം. ഓക്കെ, വ്യത്യസ്തമായ പോസ്റ്റുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാ പോസ്റ്റുകളിലും അങ്ങനെ 5-6 നിയമം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ സീനിയർ ക്ലർക്കിൽ നിന്ന് അല്ലെങ്കിൽ സീനിയർ അക്കൗണ്ടിൽ നിന്ന് മുകളിൽ പ്രൊമോഷൻ കൊടുക്കണമെങ്കിൽ 3 വർഷം 5 വർഷം എന്നൊക്കെ ആക്കി എഴുതിയെടുത്തിട്ടുണ്ട്. അപ്പൊ അതിപ്പോ ചെയ്യാൻ വേണ്ടി ഭരണസഭ ഇതിനൊന്നും തയ്യാറാവുന്നില്ലെങ്കിൽ ഈ 3 വർഷം പൂർത്തിയാവുന്ന മുറയ്ക്ക് ഏതെങ്കിലും ഒരു പ്യൂൺ തസ്തികയിൽ സബ്സ്റ്റാൻസ് പെടുന്ന ഒരു ജീവനക്കാരനോട് ഹൈക്കോടതിയിൽ കേസ് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ഓക്കെ 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 എല്ലാം ഈ ഞാൻ പറഞ്ഞ സാറേ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഇപ്പൊ നമുക്ക് JR-ന്റെ രജിസ്ട്രാറിന്റെ ഉത്തരവുണ്ട് 12/2022 ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കുമ്പോൾ അനാവശ്യമായ കോടതി വ്യവഹാരങ്ങൾ ഉണ്ടാവുന്നത് കൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങനെയുള്ള KCS ആക്ടിന് വിരുദ്ധമായതെല്ലാം തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ട് JR-മാർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവുണ്ട്. ഇത് വല്ല വർക്കൗട്ട് ആവോ? അത് വെച്ച് പോയാൽ അതിന് വേറൊരു JR-മാർക്ക് സ്വന്തം നിലയ്ക്ക് ഇതൊന്നും മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. ഓക്കെ, പണ്ട് നമുക്ക് ബൈലോ അമെന്റ്മെന്റ് പോലും രജിസ്ട്രാർക്ക് ചെയ്യാൻ വരും. കമ്പൽസറി അമെന്റ്മെന്റ് ഓഫ് ബൈലോ എന്ന് പറഞ്ഞ വ്യവസ്ഥ പണ്ടുണ്ടായിരുന്നു. ആ വ്യവസ്ഥ ഹൈക്കോടതി പറഞ്ഞു അതുപോലും അതുപോലും ജനാധിപത്യ വ്യവസ്ഥയ്ക്ക് വിരുദ്ധമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതിയുടെ അധികാരമാണ് ബൈലോ അമെന്റ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ അതുപോലും വിരുദ്ധമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ കമ്പൽസറി അമെന്റ്മെന്റ് എന്ന് പറഞ്ഞ് അമെന്റ്മെന്റ് ഓഫ് ബൈലോ, അതുപോലെ തന്നെ കമ്പൽസറി അമാൽഗമേഷൻ, അതൊക്കെ എന്ത് ചെയ്തു, പിന്നെ കോടതി എടുത്തു കളഞ്ഞു. ഓക്കെ 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 അപ്പൊ ഉത്തരവിന് പോലും വിലയില്ലാത്ത ഒരു അവസ്ഥയാണെന്ന് അർത്ഥം. അതിപ്പോ നിങ്ങൾ ഒന്നുകിൽ കോടതി പോവാ, അതല്ലെങ്കിൽ ഭരണസമിതി തന്നെ ഇതിലൊന്ന് മാറ്റം വരുത്തി തീരുമാനിക്കാന്ന് മാത്രമേ ഇതിന് വ്യവസ്ഥയുള്ളൂ. ശരി ശരി ശരി, ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ഒരു സീനിയർ ക്ലർക്കിന്റെ ഒരു ഒഴിവുണ്ട്. അപ്പൊ താഴെ ജൂനിയർ എക്സാമിനേഷൻ ബോർഡ് വഴി റാങ്ക് ലിസ്റ്റ് വഴി 3 ജൂനിയർ ക്ലർക്കുമാരുണ്ട്. അവർ ഒന്നാം റാങ്ക് കിട്ടിയ ആൾക്ക് പ്രായക്കുറവ്, 2ാം റാങ്ക് കിട്ടിയ ആൾക്ക് അതിനേക്കാൾ പ്രായ കൂടുതൽ. എങ്ങനെ പ്രായം? എനിക്ക് മനസ്സിലായിട്ടില്ല. ഏജ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ പ്രൊമോഷൻ വരുമ്പോഴത്തേക്ക് ആർക്കായിരിക്കും ഇതിൽ പ്രിയോറിറ്റി? ഒന്നാം റാങ്കുകാരൻ ഒന്നാമത്, 2ാം റാങ്കുകാരൻ 2ാമത്, 3ാം റാങ്കുകാരൻ 3ാമത്. പ്രായത്തിന് വ്യവസ്ഥയില്ല. റാങ്ക് ലിസ്റ്റാ നോക്കുക. ഓക്കെ, താങ്ക് യു. സംശയം സോറി, കൺവെയൻസ് അലവൻസ് അപ്പോയിന്റിംഗ് അതോറിറ്റി അനുവദിച്ച് തന്നില്ല എന്നുണ്ടെങ്കിൽ എന്താണ് പ്രൊസീജിയർ? അപ്പോയിന്റ് അതോറിറ്റി തരുന്നില്ല, ജോയിന്റ് രജിസ്ട്രാർക്ക് പരാതി കൊടുക്കുക. പരാതി കൊടുക്കാം. ഓക്കെ സാർ, പരാതി കൊടുക്കുക. അത് തരാതിരിക്കൂല, എന്തായാലും തരും. ഓക്കെ സാർ, താങ്ക് യു സാർ. സാർ ഒരു സംശയം. സാർ ആ പ്രൊമോഷൻ അസിസ്റ്റന്റ് സെക്രട്ടറിയിലേക്കുള്ള പ്രൊമോഷനില് ഓർഡറില് പ്രൈമറി കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നല്ലേ ഉള്ളത്? നമ്മുടേത് ഇപ്പം പ്രാഥമിക, അതായത് പാക്സ്, പ്രാഥമിക കാർഷിക വായ്പാ സംഘവും ഈ പ്രാഥമിക സഹകരണ സംഘവും തമ്മിലുള്ള വ്യത്യാസം ഉണ്ടല്ലോ സാർ? എല്ലാ സംഘങ്ങളും അതിനകത്ത് വരും. അല്ല, പ്രാഥമിക സഹകരണ സംഘം എന്ന് പറയുമ്പോൾ ഒരു പ്രൈമറി സൊസൈറ്റീസ് എല്ലാ സംഘങ്ങളും വരുന്നു. ഇതിൽ ഈ നിർവചനത്തില് ഈ നിർവചനത്തില് സംസ്ഥാനത്തെ ഒന്നോ അതിലധികമോ റവന്യൂ ജില്ലകളിൽ പെടുന്ന ഏതെങ്കിലും പ്രദേശത്ത് പ്രവർത്തന പരിധി നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളതും എന്നാണല്ലോ. അതാ കുറേ സംഘങ്ങളെ നിർവചനം ഉണ്ടല്ലോ. പ്രാഥമിക ക്രെഡിറ്റ് സൊസൈറ്റി, ഇല്ല, പ്രൈമറി സൊസൈറ്റീസ് പറഞ്ഞാൽ പ്രാഥമികമായ പ്രൈമറിയായി രജിസ്റ്റർ ചെയ്യപ്പെട്ട എല്ലാ സംഘങ്ങളും. പ്രൈമറി സൊസൈറ്റി, ഫെഡറൽ സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റി എന്നീ സൊസൈറ്റികളാണ് നമുക്കുള്ളത്. പിന്നെ സെൻട്രൽ സൊസൈറ്റി, പ്രൈമറി സൊസൈറ്റി, ഫെഡറൽ സൊസൈറ്റി, അപ്പെക്സ് സൊസൈറ്റി, സെൻട്രൽ സൊസൈറ്റി, ഇത്രയും സൊസൈറ്റികൾ. ഈ സൊസൈറ്റിയുടെ ശരിയായ ഇത് എന്താ പറയാ, ഇതിന്റെ ഘടന എന്ന് പറഞ്ഞ ഈ സാധനം അപ്പെക്സ് സൊസൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല അതിനകത്ത്, ഫെഡറൽ സൊസൈറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടില്ല, പ്രൈമറി സൊസൈറ്റി എന്നാ പറഞ്ഞത്. അപ്പൊ പ്രാഥമികമായ എല്ലാ സംഘങ്ങളും ഇതിനകത്ത് വരും.
പക്ഷെ ഡിപ്പോസിറ്റ് കൂടി സ്വീകരിക്കണമെന്ന് മാത്രം. 20 കോടി വരെ 20 to 100 വരെ 100ന് മുകളിൽ ആ രീതിയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇപ്പൊ ഒരു പിന്നെ പ്രാഥമിക എന്താ പറയാ ഒരു മിസ്ലേനിയസ് സംഘമായാൽ പോലും, അർബൻ സൊസൈറ്റി ആയാൽ പോലും അവിടെയും അവരും എന്ത് പറയും, ഈ 100 കോടിക്ക് മുകളിൽ ഉണ്ടെങ്കിൽ ഈ ക്ലാസിഫിക്കേഷൻ പ്രകാരം പിന്നെ പിന്നെ അവിടെ ഒരു അസിസ്റ്റന്റ് സെക്രട്ടറി തസ്തിക അനുവദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ എക്സാമിനേഷൻ വേണം. ഓക്കെ സർ, ഓക്കെ ഓക്കെ, ക്ലിയർ ആയി, ക്ലിയർ ആയി. സാർ എനിക്ക് സാറിന്റെ നമ്പർ വേണമായിരുന്നു. അപ്പൊ അത് ക്ലാസ് നമ്പർ 94. ഒറ്റ മിനിറ്റ് സാർ, ഒരു മിനിറ്റ് സാർ. 94 96 95 35 63 12. അതെ 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 സാർ. 9496356312. യെസ്. താങ്ക് യു സാർ, താങ്ക് യു സാർ. ഓക്കെ 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 ഓക്കെ. അങ്ങനെ സാറേ നമുക്ക് വൈൻഡപ്പ് ചെയ്യാറായോ? വൈൻഡപ്പ് ചെയ്യാന്നോ? വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ പങ്കെടുത്ത ആർക്കെങ്കിലും, നമ്മുടെ സാറിന് വിഷ്ണു കുടുംബാംഗമായിട്ടുള്ള ആർക്ക് വേണമെങ്കിലും ഒരാൾക്ക് സാറിന് ജയിൽ സാറിന് നമുക്ക് നന്ദി രേഖപ്പെടുത്താം കേട്ടോ. അരുണെ, ഞാൻ പിന്നെ ഈ നോട്ട് ഞാൻ മുമ്പ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ആ ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട് ഈ നോട്ടുകളൊക്കെ. ഇതൊക്കെ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. ഒന്നുകൂടെ ഫോർവേഡ് ചെയ്യാം സാറേ. ഞാൻ ആയിക്കോട്ടെ. അപ്പോൾ ആ ഗ്രൂപ്പിലൊക്കെ പോസ്റ്റ് ചെയ്താൽ അവർക്കും കൂടെ ഉപകാരപ്രദമാവും. ചെയ്യാം. ഓക്കെ. എല്ലാവരും ഒരാൾ നന്ദി പറയണേ സാറിന്. ക്ലാസ്സിനെ കുറിച്ച് ഇപ്പൊ നമ്മുടെ സാറ് തുടർച്ചയായി 4 ക്ലാസ്സുകളാണ് നമുക്ക് വേണ്ടി സഹകരണ വീക്ഷണം കൂട്ടായ്മയിലെ അംഗങ്ങൾക്ക് വേണ്ടി, അതായത് കേരളത്തെ ഓപ്പൺ പ്ലാറ്റ്ഫോം ആണ്, എല്ലാവർക്കും ഇതിനകത്ത് പങ്കെടുക്കാവുന്ന രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകൾ ക്രമീകരിക്കുന്നത്. അപ്പം 4 ക്ലാസ് തുടർച്ചയായി, അതായത് സഹകരണ ജീവനക്കാരുടെ സേവന വേതന വ്യവസ്ഥകൾ സംബന്ധിച്ച് മാത്രമാണ് സാറ് ഈ തുടർച്ചയായി ഈ 4 ക്ലാസ്സുകൾ എടുത്തിട്ടുള്ളത്. വളരെ നന്ദിയുണ്ട്. പറയണേ, ആർക്കെങ്കിലും നന്ദി പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നന്ദി പറയാം. വളരെ ലളിതമായി ക്ലാസ് എടുക്കുകയും എല്ലാ സംശയങ്ങളും ദൂരീകരിക്കുകയും ചെയ്യുന്ന ജയേഷ് സാറിന്, സാറിന്റെ ആവശ്യം കുടുംബത്തിന്റെയും എന്റെ പേരിലുള്ള വ്യക്തിപരമായ നന്ദി ഞാൻ അറിയിക്കുന്നു. നന്ദി പറഞ്ഞാൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ സാർ ക്ഷമിക്കണം. സന്തോഷം. നമ്മൾ ആ ഒരു കാര്യം പറയുമ്പോൾ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും, ചിലപ്പോൾ തെറ്റുകൾ സംഭവിക്കാം, പക്ഷെ അത് ഏറ്റെടുത്ത് പറയാന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പം സഹകരണ വീക്ഷണം കുടുംബത്തിന്റെ സാറിനോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. ഓക്കെ.